എസ് മക്കളെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 മാത്സിലെ സ്ട്രൈക്ക് ലൈൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. മോഡൽ എക്സാം കഴിഞ്ഞപ്പോഴാണ് ഇത്രയും അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഈ ഒരു ചാപ്റ്ററിന് ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയത്. സോ ഈ ചാപ്റ്ററിലുള്ള എല്ലാ കൺസെപ്റ്റും വെറൈറ്റി ക്വസ്റ്റ്യൻസും ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സമയം കളയാതെ നേരെ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മൾ ഈ എടുക്കുന്ന ക്ലാസ്സസിൻ്റെ എല്ലാം നോട്ട്സും അതുപോലെ ഇതിൻ്റെ സ്ലൈഡ്സും ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് CM അക്കാഡമിയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മതിയാകും. ആപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആൻഡ്രോയിഡ് ഡിവൈസ് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ CM അക്കാഡമി എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിൽ മെനുവിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും? ഫ്രീ മെറ്റീരിയൽസ് എന്ന് പറയുന്ന സെക്ഷനിൽ നിന്ന് എല്ലാ മെറ്റീരിയൽസും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുപോലെ iOS ഡിവൈസ് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ മൈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിൽ ആദ്യം തന്നെ നിങ്ങളോട് ORG കോഡ് എന്ന് പറയുന്ന ഒരു സാധനമായിരിക്കും ചോദിക്കുക. അവിടെ നിങ്ങൾ HGNTIB എന്ന് പറയുന്ന ORG കോഡ് അടിച്ചു കൊടുക്കുക. ബാക്കിയെല്ലാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെനുവിൽ നിന്ന് ഫ്രീ മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നമ്മൾ ആദ്യം തന്നെ മക്കളെ പഠിക്കാൻ പോകുന്നത് ഈ ചാപ്റ്ററിൽ കുറച്ചധികം ഇക്വേഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ എല്ലാ ഇക്വേഷൻസും എങ്ങനെയാണ് ആ ഇക്വേഷൻസ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ചാൽ ഒരു വെള്ള പേപ്പർ എടുത്തിട്ട് അതിൽ എല്ലാ ഇക്വേഷൻസും വരിക്ക് എഴുതി വെക്കുക. വരിക്ക് എഴുതി വെച്ചതിന് ശേഷം എല്ലാ ദിവസവും 2 വീതം 3 നേരം ഇതെന്ത് ചെയ്യുക? വായിച്ചുകൊണ്ടേയിരിക്കുക ഇക്വേഷൻസ്. അപ്പോൾ ഇനി വേറെ ചിലർക്ക് ചോദിക്കാനുണ്ടാവും, ഞാൻ ഈ എക്സാമിൻ്റെ അന്ന് രാവിലെയാണ് ഇത് കാണുന്നത്, ഇനി എങ്ങനെയാണ് 2 വീതം 3 നേരം? ആ വക കാര്യങ്ങളൊന്നും ഇനി കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഇടാൻ നിൽക്കണ്ട. സോ നമുക്ക് നേരെ ഇക്വേഷൻസിലേക്ക് കടക്കാം. ഈ ചാപ്റ്ററിലുള്ള ഇക്വേഷൻസിൻ്റെ കാര്യം മാത്രമല്ല ഞാൻ പറഞ്ഞത്, എല്ലാ ചാപ്റ്റേഴ്സിലുള്ള ഇക്വേഷൻസും ഇതുപോലെ എഴുതിയിട്ട് ഒരു 3-4 പ്രാവശ്യം ഒരു ദിവസം വായിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ആ ഇക്വേഷൻസ് ഫ്രീ ആയിട്ട് ബൈ ഹാർട്ടായിട്ട് മനസ്സിലേക്ക് അങ്ങനെ പോയിക്കോളും. ഓക്കെ, സോ നമുക്ക് നേരെ ഇക്വേഷൻസ് നോക്കാം. ഈ ഇക്വേഷൻ നിങ്ങൾ കണ്ട് പരിചയിച്ചിട്ടുള്ളതാണ്. 2 പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇക്വേഷനാണ് കൊടുത്തിട്ടുള്ളത്. 2 പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, 2 കോർഡിനേറ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷനാണ് √(x1 - x2) സ്ക്വയർ + y1 - y2 സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ. അടുത്താണ് സെക്ഷൻ ഫോർമുല. അതായത് മക്കളെ, ഞാനൊരു ലൈൻ എടുത്തു. ഈ ലൈനിൻ്റെ 2 തലക്കിലും ഓരോ പോയിന്റ് ഉണ്ടാവുമല്ലോ. ഈ പോയിന്റ് നമ്മൾ x1 y1 എന്നും അതേപോലെ ഈ പോയിന്റിനെ x2 y2 എന്നും ആയിട്ട് എടുത്തു. ഇനി ഈ ലൈനിനെ ഞാൻ ഇവിടെ എന്ത് ചെയ്തു? സ്പ്ലിറ്റ് ചെയ്ത് എടുത്തു. ഇവിടെ ഞാൻ എന്ത് ചെയ്തു? സ്പ്ലിറ്റ് ചെയ്ത് എടുത്തു. ഓക്കെ, ഈ ഒരു പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്തു? സ്പ്ലിറ്റ് ചെയ്തു. ഈ പോയിന്റിൽ എങ്ങനെയാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തത്? m:n എന്ന് പറയുന്ന റേഷ്യോയിലാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പോയിന്റിന്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇക്വേഷനാണ് mx2 + nx1 / m + n, my2 + ny1 / m + n എന്ന് പറയുന്ന ഇക്വേഷൻ. ക്ലിയർ ആണല്ലോ? അടുത്തതാണ് മിഡ് പോയിന്റ് കണ്ടെത്തുന്നതിനുള്ള ഇക്വേഷൻ. അതായത് നേരത്തെ പോലെ തന്നെ ഒരു ലൈൻ എടുത്തു. ഈ പോയിന്റ് എന്ന് പറയുന്നത് x1 y1 ആണ്, ഇത് x2 y2 ആണെന്ന് കരുതുക. ഇയാൾ x1 y1 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മിഡ് പോയിന്റ്, കറക്റ്റ് സെന്ററിലുള്ള പോയിന്റ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ആണ് ഈ കൊടുത്തിട്ടുള്ളത്. x1 + x2 / 2, y1 + y2 / 2. സിമ്പിൾ അല്ലേ? ഓക്കെ, അടുത്തതാണ് ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. നമുക്കൊരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ആ ട്രയാങ്കിളിൻ്റെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട് x1 y1, അതുപോലെ x2 y2, അതേപോലെ x3 y3. ഇങ്ങനെ 3 പോയിന്റിൻ്റെയും കോർഡിനേറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ടെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അയാളുടെ ഏരിയ കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നിന്നാണ് തുടങ്ങിയിട്ട് ആ തലവരേണ്ടെന്ന് കരുതിയിട്ട് ആരും പേടിച്ചിട്ട് മണ്ടാൻ നിൽക്കണ്ട മക്കളെ. നമ്മൾ പഠിച്ചിട്ടുള്ള ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താ? ½ അല്ലേ? ഇവിടെയും ഹാഫ് ഉണ്ട്. ഇനി ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എളുപ്പപ്പണി ഞാൻ കുറച്ച് പറഞ്ഞുതരാം. ഇങ്ങോട്ട് നോക്കിയേ, ഇതാരാ? x1, ഇങ്ങോട്ട് നോക്കിയേ x2, ഇങ്ങോട്ട് നോക്കിയേ x3. ഇതിങ്ങനെ ഓരോ 3 സെക്ഷൻ ആക്കിയിട്ട് തൽക്കാലം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ x1 x2 x3 എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടല്ലോ. അതിൻ്റെ തൊട്ട് മുൻപായിട്ട് ഒരു മോഡ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മളുടെ ഏരിയ എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് നമ്പർ ആയിരിക്കും, അതുകൊണ്ടാണ് അവിടെ ഒരു മോഡ് കൊടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി x1 × x, 1 കഴിഞ്ഞാൽ പിന്നെ ആരാ? 2 3 y2 - y3. ഇനി ഇവിടെ നോക്കിയേ പ്ലസ് x2 × 2 കഴിഞ്ഞാൽ ആരാ? 3 കഴിഞ്ഞാലോ 4 നമുക്ക് ഇവിടെ ഇല്ല, അപ്പോൾ വീണ്ടും ആവർത്തിക്കുക 1. നെക്സ്റ്റ് പ്ലസ് x3 കഴിഞ്ഞാൽ വീണ്ടും 1 ആവർത്തിക്കും. സോ 1 y1 - y2. ക്ലിയർ ആണല്ലോ? ഇങ്ങനെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. സോ ½ × മോഡ് x1 × y2 - y3 + x2 × y2 - y1 y3 - y1 + x3 × y1 - y2 എന്ന് പറയുന്നതാണ് നമ്മളുടെ ഇക്വേഷൻ വരുന്നത്. എന്തിൻ്റെ? ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ. എപ്പോഴെങ്കിലുമൊക്കെ പരീക്ഷയ്ക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇതിൽ നിന്ന് വരാറുള്ളത്, മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സ്ലോപ്പുമായി ബന്ധപ്പെട്ടുള്ള ഇക്വേഷൻസ് ആണ്. ഏതുമായി ബന്ധപ്പെട്ടുള്ള? സ്ലോപ്പുമായി ബന്ധപ്പെട്ടുള്ള ഇക്വേഷൻ. അതായത് നമ്മളിപ്പോൾ ഒരു കാർട്ടീഷ്യൻ പ്ലെയിൻ എടുത്തു. ഓക്കെ, ഇതിൽ നമ്മളൊരു ലൈൻ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. ഈ ലൈന് പോസിറ്റീവ് എക്സ് ആക്സിസുമായിട്ട്, ആരുമായിട്ടാ? പോസിറ്റീവ് എക്സ് ആക്സിസുമായിട്ട്. ഇതല്ലേ പോസിറ്റീവ് എക്സ് ആക്സിസ് എന്ന് പറയുന്ന സാധനം? ഇതാണ് എക്സ് ആക്സിസ് എന്ന് പറയുന്നത്. അതിൻ്റെ പോസിറ്റീവ് എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടുള്ള ഭാഗം. ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിള്, അതിനെയാണ് നമ്മൾ എന്തായിട്ട് എടുത്തിട്ടുള്ളത്? തീറ്റ ആയിട്ട് എടുത്തിട്ടുള്ളത്. ആ ഉണ്ടാക്കുന്ന ആംഗിളിനെ നമ്മൾ എന്തായിട്ട് എടുത്തു? തീറ്റ ആയിട്ട് എടുത്തു. ഈ ആംഗിൾ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ
ആ ലൈനിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ ആണ് ടാൻ തീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ 45 ആണ് ആംഗിൾ എന്നുണ്ടെങ്കിൽ ടാൻ 45 ആണ് അതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്, വിച്ച് ഈസ് 1. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ലൈനിൻ്റെ സ്ലോപ്പ് എന്താണ്? 1. അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് നോക്കിയാടാ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു, ഇങ്ങനെ ഒരു കാർട്ടീഷ്യൻ ലൈൻ ഉണ്ട്, അതിൽ ലൈന് പോകുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഈ ആംഗിൾ ആണോ എടുക്കുക, ഈ ആംഗിൾ ആണോ എടുക്കുക, ഏത് ആംഗിളാണ് അവിടെ എടുക്കുക? നമ്മൾ നേരത്തെ പറഞ്ഞു പോസിറ്റീവ് എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആൻറ്റി ക്ലോക്ക് വൈസ് ആംഗിൾ ഇങ്ങനെയാണ് എടുക്കേണ്ടത്. ക്ലിയർ ആണല്ലോ. ഇങ്ങനെയാണ് അവിടെ ആംഗിൾ എടുക്കേണ്ടത്. അപ്പോൾ ഈ ആംഗിൾ എടുത്തിട്ട് വേണം നിങ്ങൾ എന്ത് കണ്ടുപിടിക്കാൻ? അതിൻ്റെ ടാൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതാണ് അതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്. ഇനി അതല്ല, നിങ്ങൾക്ക് ഒരു ലൈനിൻ്റെ 2 പോയിന്റ്സ് ഒന്ന് x1 y1 അതുപോലെ x2 y2 എന്ന് പറയുന്ന 2 പോയിന്റ്സ് വന്നിട്ട് സ്ലോപ്പ് കാണാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്ത് യൂസ് ചെയ്യാം? y2 - y1 ഡിവൈഡഡ് ബൈ x2 - x1 ഉപയോഗിക്കാനായിട്ടും സാധിക്കും. കാരണം നിങ്ങളിത് 10ാം ക്ലാസ്സിൽ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, 2 ലൈൻസ് പാരലൽ ആണെങ്കിൽ, ഇപ്പോൾ ഒരു ലൈൻ ഉണ്ട്, അതിന് പാരലായിട്ട് മറ്റൊരു ലൈനും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ 2 പേരുടെയും സ്ലോപ്പ് സെയിം ആയിരിക്കും. ഇപ്പോൾ ഇയാളുടെ സ്ലോപ്പ് m1 ആണ്, ഇയാളുടെ സ്ലോപ്പ് m2 ആണ്. ഈ m1ഉം m2 എന്തായിരിക്കും? സെയിം ആയിരിക്കും. ആരുടെ കേസിൽ? പാരലൽ ലൈൻസിൻ്റെ കേസിൽ. ഇനി അതല്ല, പെർപെൻഡിക്കുലർ ലൈൻ ആണെന്ന് കരുതുക. ഒരു ലൈൻ ഉണ്ട്, അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് മറ്റൊരു ലൈൻ ഉണ്ടെന്ന് കരുതുക. ഇയാളുടെ സ്ലോപ്പ് m1 എന്നും ഇയാളുടെ സ്ലോപ്പ് m2 ആയിട്ടും എടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ 2 പേരുടെയും സ്ലോപ്പിന്റെ പ്രൊഡക്റ്റ് നമുക്ക് എന്ത് കിട്ടും? -1 എന്ന് കിട്ടും. ഈ സാധനം ശരിക്കും പഠിച്ചു വെച്ചോ. കാരണം ഈ പെർപെൻഡിക്കുലർ ലൈനിന്റെ പരിപാടി വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കയറി വരാറുണ്ട്. റെഡിയാണല്ലോ. അപ്പോൾ 2 ലൈൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവരുടെ സ്ലോപ്പിന്റെ പ്രൊഡക്റ്റ് എന്തായിരിക്കും? -1 ആയിരിക്കും. ഇനി അടുത്തതാണ് ഇവിടെ തന്നിട്ടുള്ള 2 ലൈൻസിന്റെ ആംഗിൾ കണ്ടുപിടിക്കുന്നതിന്. 2 ലൈൻസ് ഇങ്ങനെ ക്രോസ് ചെയ്ത് പോയിട്ടുണ്ട്. ഈ കാണുന്ന ആംഗിൾ നമ്മൾ എന്തായിട്ട് എടുത്തു? തീറ്റയായിട്ട് എടുത്തു. ഈ കാണുന്ന ആംഗിൾ നമ്മൾ എന്തായിട്ട് എടുത്തു? തീറ്റയായിട്ട് എടുത്തു. ഇയാളുടെ സ്ലോപ്പ് എന്ന് പറയുന്നത് m1 ആണ്, ഇയാളുടെ സ്ലോപ്പ് എന്ന് പറയുന്നത് m2 ആണ് എന്നുണ്ടെങ്കിൽ ഇവരെ റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഇക്വേഷൻ ആണ്. അതായത് നമ്മുടെ ആംഗിൾ 2 ലൈൻസ് ഇന്റർസെക്ട് ചെയ്യുന്ന സമയത്തുള്ള ആംഗിളുമായി ബന്ധപ്പെട്ട് എന്ത് ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിലും അവിടെ എടുക്കേണ്ട ഇക്വേഷൻ ആണ് ടാൻ തീറ്റ ഈക്വൽ ടു മോഡ് ഓഫ് m2 - m1 ഡിവൈഡഡ് ബൈ 1 + m1 m2 എന്ന് പറയുന്ന ഇക്വേഷൻ. ഓക്കെ ആണല്ലോ. നമ്മൾ നേരെ അടുത്ത ഏരിയയിലേക്ക് പോവാം. ഇക്വേഷൻ ഓഫ് എ ലൈൻ. ഏതൊരു ലൈനിനും നമ്മൾ കോമൺ ആയിട്ട് ഒരു ഇക്വേഷൻ പറയാറുണ്ട്. ആ ഇക്വേഷന്റെ ഫോർമാറ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ax + by + c എന്ന് പറയുന്ന ഇക്വേഷൻ. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഈ ലൈനിൻ്റെ ഇക്വേഷൻ 3x + 4y - 3 ആണ് ഇയാളുടെ ഇക്വേഷൻ എന്ന് കരുതുക. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇയാളുടെ സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് -a/b. അങ്ങനെയാണെങ്കിൽ ഇവിടെ എങ്ങനെയായിരിക്കും സ്ലോപ്പ് വരിക? -3/4. ഇയാളുടെ സ്ലോപ്പ് എന്താണ്? -3/4. അങ്ങനെയാണെങ്കിൽ എക്സ് ഇന്റർസെപ്റ്റ് ആരുടെ? ഇയാളുടെ എക്സ് ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? -c/a ആണ്. സോ -3/3 എന്ന് നമുക്കിവിടെ ആൻസർ വരും. -c/a അല്ല, അപ്പോൾ -3/a എന്ന് വരും. അങ്ങനെ ആൻസർ നമുക്ക് എന്ത് കിട്ടും? 1 ആൻസർ കിട്ടും. ഇനി അതുപോലെ y ഇന്റർസെപ്റ്റ് ഉണ്ട്. y ഇന്റർസെപ്റ്റ് എങ്ങനെയായിരിക്കും വരിക? -3 ഡിവൈഡഡ് ബൈ 4 എന്ന് വരും. മൈനസ് ക്യാൻസൽ ആയിട്ട് 3/4 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇതാണ് എന്തെന്ന് പറയുന്നത്? y ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ആളാണ് ഇയാളെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ആവശ്യം ഉണ്ടാവും. തൊട്ട് മുൻപ് നമ്മൾ പറഞ്ഞു 2 ലൈൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവരുടെ സ്ലോപ്പിന്റെ പ്രൊഡക്റ്റ് -1 ആയിരിക്കും എന്ന് പറഞ്ഞു. അതും ഇപ്പോൾ ഈ പറഞ്ഞ ഇക്വേഷൻ നിർബന്ധമായിട്ടും പഠിച്ചു വെച്ചിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ആ 2 വെച്ചിട്ട് എന്തായാലും ഒരു ചോദ്യം നിർബന്ധമാണ്. അടുത്തതാണ് ഡിസ്റ്റൻസ് ഫോർമുല. ഏതൊക്കെ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്? ഒന്നാമത്തെ പറയുന്നത് ഒരു പോയിന്റും ലൈനും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇങ്ങോട്ട് നോക്കിയാടാ, ഒരു പോയിന്റ് എടുത്തു, ആ പോയിന്റിന്റെ തൊട്ടുപുറത്ത് കൂടി വേറൊരു ലൈന് പോകുന്നുണ്ട്. ഇവർ 2 പേരും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് ഇയാളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ax + by + c ആണ്. ഇയാളുടെ എന്ത് തന്നിട്ടുണ്ട്? ഇക്വേഷനും തന്നിട്ടുണ്ട്. അതേപോലെ ഈ ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. എന്താണ്? x1 y1 എന്ന് പറഞ്ഞിട്ട് ഈ പോയിന്റ് തന്നിട്ടുണ്ടെങ്കിൽ ഇവർ 2 പേരും തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതായത് ഈ ഒരു ലെങ്ത് കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. എന്താണ്? മോഡ് ax1 + by1 + c ഡിവൈഡഡ് ബൈ √a² + b². മക്കളെ, ഈ രണ്ടാമതൊരു ഇക്വേഷൻ വെച്ചൊരു ചോദ്യം നിർബന്ധമായിട്ടും പരീക്ഷയ്ക്ക് ഉണ്ടാവും. അപ്പോൾ പഠിച്ചിരിക്കുക. അടുത്തതാണ് 2 പാരലൽ ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ ഒരു ലൈൻ ഉണ്ട്, ആ ലൈനിന് പാരലൽ ആയിട്ട് മറ്റൊരു ലൈനും ഉണ്ട്. ഇവർ 2 പേരും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ ആണ് മോഡ് c1 - c2 ഡിവൈഡഡ് ബൈ √a² + b². മക്കളെ, ഒരു ലൈൻ എടുത്തു, ഈ ലൈനിൻ്റെ ഇക്വേഷൻ ലെറ്റ്സ് 2x² - 4y + 3 ആണെന്ന് കരുതുക. ഇയാളുടെ ഇക്വേഷൻ ഇതാണെങ്കിൽ, സോറി x² ഉണ്ടാവില്ല കേട്ടോ, ഇവിടെ x² ഉണ്ടാവില്ല 2x. ഇയാളുടെ ഇക്വേഷൻ 2x - 4y + 3 ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഇയാളുടെ ഇക്വേഷൻ എന്ത് തന്നെയായിരിക്കും? 2x - 4y. 2 ലൈൻസ് പാരലൽ ആണെങ്കിൽ അവരുടെ എന്ത് സെയിം ആയിരിക്കും? എക്സിൻ്റെ കോയഫിഷ്യൻറ്റും വൈൻ്റെ കോയഫിഷ്യൻറ്റും സെയിം ആയിരിക്കും. എന്ത് മാത്രമേ മാറ്റം ഉണ്ടാവുള്ളൂ? കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള c മാത്രമേ മാറ്റം ഉണ്ടാവുകയുള്ളൂ. ലെറ്റ്സ് ഇത് +4 ആണെന്ന് കരുതുക. ക്ലിയർ ആണോ?
ആര് മാത്രമേ മാറ്റേണ്ടാവുള്ളൂ? സി മാത്രമേ മാറ്റേണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ C1 - C2 എന്ന് മാത്രം വരാൻ കാരണം. അത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ പരീക്ഷയ്ക്ക് നിങ്ങളോട് ചോദിക്കും ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാരലൽ ലൈൻസ് 2x - 4y + 4 ആൻഡ് 2x - 4y + 3. ഇങ്ങനെ ചോദിച്ചാൽ നമുക്ക് മനസ്സിലായി ഇവർ രണ്ടുപേരും പാരലൽ ലൈൻസ് ആണെന്നുള്ളത്. പക്ഷേ പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കും ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൈൻസ് 2x - 4y + 4 ആൻഡ് 2x - 4y + 3. ഒരു പാരലൽ ലൈൻസ് ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ? ഇല്ല. പക്ഷേ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? എക്സിന്റെയും വൈന്റെയും കോഎഫിഷ്യന്റ് സെയിം ആണെങ്കിൽ, അതായത് ഈ ഫസ്റ്റത്തെ പാർട്ട് രണ്ടും സെയിം ആണെങ്കിൽ ദാറ്റ് മീൻസ് ദേ ആർ പാരലൽ ലൈൻസ്. സോ നമുക്ക് നേരെ അടുത്ത ഇക്വേഷനിലേക്ക് പോകാം. ഇനിയാണ് കുറച്ച് നമ്മളുടെ ഫോംസ് ഓഫ് ഇക്വേഷൻസ്. അതായത് ഒരു ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് തന്നിട്ടുള്ള ഡാറ്റ വെച്ചിട്ട് എങ്ങനെയൊക്കെ കണ്ടുപിടിക്കുക എന്നുള്ളതിന് പല ഇക്വേഷൻസ് പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് പോയിന്റ് സ്ലോപ്പ് ഫോം. അതായത് ഒരു ലൈൻ ഉണ്ട്, അപ്പോൾ അങ്ങനെ കാർട്ടീഷ്യൻ പ്ലെയിൻ ഉണ്ട്. ആ കാർട്ടീഷ്യൻ പ്ലെയിനിലുള്ള ഒരു ലൈൻ ഉണ്ട്. ആ ലൈനിൻ്റെ എന്ത് നമുക്ക് തന്നിട്ടുണ്ട്? സ്ലോപ്പും തന്നിട്ടുണ്ട്. അതേപോലെ അതിലുള്ള ഒരു പോയിന്റും നമുക്ക് തന്നിട്ടുണ്ട്. പോയിന്റ് ഇവിടെ എന്തായിട്ടാണ് കൊടുത്തിട്ടുള്ളത്? x0 y0 എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇനി അതല്ല, ചിലപ്പോൾ പരീക്ഷയ്ക്ക് അങ്ങനെ കൊടുക്കുക, ചില ഇക്വേഷൻസിലേക്ക് എങ്ങനെ കൊടുക്കാറുണ്ട്? 0ക്ക് പകരം 1 എന്ന് കൊടുത്തിട്ടും കാണാറുണ്ട്. y - y1 = m × x - x1 എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യനിൽ കാണാറുണ്ട്. നിങ്ങൾ എങ്ങനെയാണോ പഠിച്ച് ശീലിച്ചിട്ടുള്ളത് അങ്ങനെ പഠിക്കുക. എങ്ങനെയാണോ നിങ്ങൾക്ക് കംഫർട്ട് അങ്ങനെ പഠിക്കുന്നതായിരിക്കും നല്ലത്. സോ y - y1 = m × x - x1 എന്നാണ് എന്ത്? പോയിന്റ് സ്ലോപ്പ് ഫോം. അതായത് ഒരു ലൈനിലുള്ള ഒരു പോയിന്റ് തന്നു, അയാളുടെ സ്ലോപ്പും തന്നിട്ടുണ്ടെങ്കിൽ ഇക്വേഷൻ കാണാനുള്ള ഇക്വേഷനാണത്. റെഡിയാണല്ലോ? അടുത്തതാണ് 2 പോയിന്റ് ഫോം. അതായത് ഒരു ലൈൻ ഉണ്ട്, ആ ലൈനിലുള്ള ഒരു പോയിന്റ് നമുക്ക് തന്നു. എങ്ങനെയാണ്? x1 y1 ആണ് ഒരു പോയിന്റ്, മറ്റൊരു പോയിന്റ് തന്നിട്ടുണ്ട് x2 y2. ദാറ്റ് മീൻസ് രണ്ടെണ്ണത്തിൻ്റെയും പോയിന്റ് തന്നിട്ടുണ്ട്. ഈ പോയിന്റ് 1 2 ആണ്, ഈ പോയിന്റ് 6 5 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ഇക്വേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഈ തന്നിട്ടുള്ളത്. y - y1 / x - x1 = y2 - y1 / x2 - x1. മക്കളെ കാണാതെ പഠിച്ചേക്കണേ. അങ്ങനെയാണെങ്കിലേ പരീക്ഷയ്ക്ക് നമുക്ക് എഴുതാൻ കിട്ടുള്ളൂ. സോ നമുക്ക് അടുത്ത ഇക്വേഷൻ നോക്കാം. അടുത്ത ഇക്വേഷൻ വരുന്നത് സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം ആണ്. മക്കളെ സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം, അതായത് നമ്മളൊരു കാർട്ടീഷ്യൻ പ്ലെയിൻ വരച്ചിട്ടുണ്ട്. ഈ കാർട്ടീഷ്യൻ പ്ലെയിനിൽ നമ്മുടെ y ആക്സിസിനെ ഇന്റർസെപ്റ്റ്, ഏത് ഇന്റർസെപ്റ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്? y ഇന്റർസെപ്റ്റ് എന്നല്ല പറഞ്ഞിട്ടുള്ളത്. സോ y ആക്സിസിനെ ഇന്റർസെപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മളൊരു ലൈന് പോകുന്നുണ്ട്. ആ ലൈനിൻ്റെ എന്ത് തന്നിട്ടുണ്ട്? സ്ലോപ്പ് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് m ആണ്. സ്ലോപ്പ് എന്താണെടാ? m ആണ്. അതുപോലെ ഈ ഇന്റർസെപ്റ്റ് ചെയ്യുന്ന ഈ പോയിന്റ് ഉണ്ടല്ലോ, ഈ പോയിന്റ് തന്നിട്ടുണ്ട്. അതെന്താണ്? c ആണ്. അങ്ങനെയാണെങ്കിൽ അയാളുടെ കോർഡിനേറ്റ് എന്തായിരിക്കും വരിക? 0 c എന്നായിരിക്കും. കാരണം y ആക്സിസിൽ ആരുടെ വാല്യൂ 0 ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, എക്സിന്റെ വാല്യൂ 0 ആണെന്ന് പഠിച്ചിട്ടുണ്ട്. സോ ഈ പോയിന്റ് നമ്മൾ എന്തായിട്ട് എടുത്തു? c ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ അയാളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് y = mx + c ആണ്. ഇനി ഇതേ സാധനം നമുക്ക് എങ്ങനെ വരാം? എക്സ് ആക്സിസിനെ കട്ട് ചെയ്ത് പോകുന്ന രൂപത്തിൽ വന്നൂടെ? എക്സ് ആക്സിസിനെ കട്ട് ചെയ്ത് പോകുന്ന രൂപത്തിൽ ഇങ്ങോട്ട് നോക്കിയേ, എക്സ് ആക്സിസിനെ കട്ട് ചെയ്ത് പോകുന്നുണ്ട്. ഈ പോയിന്റിനെയാണ് നമ്മൾ d എന്ന് എടുക്കുന്നത്. ഈ പോയിന്റിനെ നമ്മൾ എന്ത് പറയുന്നത്? d എന്നാണ് പറയുന്നത്. ഇയാളുടെ സ്ലോപ്പ് m ആണെങ്കിൽ ഇക്വേഷൻ എങ്ങനെയായിരിക്കും വരിക? y = m × x - d എന്നായിരിക്കും അയാളുടെ ഇക്വേഷൻ വരിക. ഇത് x ഇന്റർസെപ്റ്റ് ആണ്, ഇത് y ഇന്റർസെപ്റ്റ് ആണ്. ക്വസ്റ്റ്യനിൽ അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ ഇനി എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യാന്നുള്ളത് അത് നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്, ആ സമയത്ത് നമുക്ക് മനസ്സിലാക്കാം. അടുത്ത നോക്കിയാടാ, നമ്മളൊരു കാർട്ടീഷ്യൻ പ്ലെയിൻ വരച്ചു. ആ കാർട്ടീഷ്യൻ പ്ലെയിനിൽ ഈ എക്സ് ആക്സിസിനെയും y ആക്സിസിനെയും കട്ട് ചെയ്തിട്ട് പോയി. ഇയാളാണ് എക്സ് ആക്സിസ്, ഇയാളാണ് y ആക്സിസ്. അപ്പോൾ എക്സ് ആക്സിസിനെയും y ആക്സിസിനെയും കട്ട് ചെയ്തിട്ട് പോയി. എക്സ് ആക്സിസിനെ കട്ട് ചെയ്ത് പോകുന്ന പോയിന്റിനെ a എന്നും y ആക്സിസിനെ കട്ട് ചെയ്ത് പോകുന്ന പോയിന്റിനെ b എന്നും എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ, ഇങ്ങനെ രണ്ട് പോയിന്റ് തന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഇക്വേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് x/a + y/b x/a + y/b = 1 എന്ന് പറയുന്ന ഇക്വേഷൻ. എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഇത്രയും ഇക്വേഷൻസ് ആണ് നമുക്ക് ഇവിടെ പഠിക്കാനായിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ മേക്കിംഗ് ഇൻക്ലിനേഷൻ ഓഫ് 60 ഡിഗ്രി വിത്ത് ദ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ്. എക്സ് ആക്സിസിന്റെ പോസിറ്റീവ് ഡയറക്ഷനുമായിട്ട്, ഇതാണല്ലോ പോസിറ്റീവ് ഡയറക്ഷൻ, ഇങ്ങോട്ടാണ് നെഗറ്റീവ് ഡയറക്ഷൻ. ഇത് പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് y ആക്സിസ്, ഇത് നെഗറ്റീവ് ഡയറക്ഷൻ ഓഫ് y ആക്സിസ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസുമായിട്ട് എത്ര ഡിഗ്രി ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്? 60 ഡിഗ്രി. അപ്പോൾ ഇതന്നെയല്ലേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസുമായിട്ട് ആന്റി ക്ലോക്ക് വൈസിൽ ഉണ്ടാക്കുന്ന കോണിനെയാണ് നമ്മൾ തീറ്റ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നേരെ നമ്മൾ ടാൻ തീറ്റ എടുത്തു. ടാൻ 60 = √3. ഇതേ ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് വേറെ പ്രാവശ്യം ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ആൻ ആംഗിൾ മേക്സ് പോസിറ്റീവ് y ആക്സിസുമായിട്ട് എത്ര ഡിഗ്രി ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞു? 30 ഡിഗ്രി ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ആരുമായിട്ട്? പോസിറ്റീവ് y ആക്സിസുമായിട്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും വരിക? y ആക്സിസുമായിട്ട് എങ്ങനെയാണ് ആംഗിൾ ഉണ്ടാക്കൽ എങ്ങനെയെന്ന് പറഞ്ഞാൽ ആന്റി ക്ലോക്ക് വൈസിലാണ്. പോസിറ്റീവ് y ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇയാളാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും ലൈന് പോകുന്നുണ്ടാവുക? ഇങ്ങനെയായിരിക്കും ലൈന് പോകുന്നുണ്ടാവുക, അല്ലേടാ? ഇങ്ങനെയല്ലേ ലൈന് പോവുക? ഈ ആംഗിൾ എത്ര ഡിഗ്രി ഉണ്ട് എന്ന് പറഞ്ഞത്? 30 ഡിഗ്രി. അപ്പോൾ നേരെ കൊണ്ടുപോയിക്കാണ്ട് tan 30 കാണാൻ നിൽക്കരുത്, ആൻസർ തെറ്റിപ്പോവും. നമ്മൾ ഈ തീറ്റ എന്ന് പറയുന്നത് പോസിറ്റീവ് എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ്. അപ്പോൾ ഇത് 30 ഉണ്ട്, ഇവിടെ ഒരു 90 ഉണ്ട്. അപ്പോൾ ടോട്ടൽ 120 ഡിഗ്രിയാണ്. tan 120 ആണ് ഇവിടെ ശരിക്കും കാണേണ്ടത്. നിങ്ങൾ ആംഗിൾ കണ്ടു എഴുതിയിട്ട് ചാടി പുറപ്പെടാൻ നിൽക്കരുത്. പോസിറ്റീവ് എക്സ് ആക്സിസുമായിട്ടാണോ y ആക്സിസുമായിട്ടാണോ എന്നുള്ളതൊക്കെ ഒന്ന് നോക്കുക. പോസിറ്റീവ് എക്സ് ആക്സിസുമായിട്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത്? തീറ്റ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ആംഗിൾ ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ ആണല്ലോ? സോ നമുക്ക് നേരെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ പാസിംഗ് ത്രൂ ദി പോയിന്റ് 3 - 2 ആൻഡ് -1 4.
സ്ലോപ്പ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് y2 - y1 ഡിവൈഡഡ് ബൈ x2 - x1 ആണ്. നേരെ വാല്യൂസ് ഇട്ട് കൊടുത്തു. -2 - 4 ഡിവൈഡഡ് ബൈ 3 - -1. ഈ രണ്ടും മൈനസ് ആണ്, അതുകൊണ്ട് -6 ആൻസർ കിട്ടും. ഇവിടെ പ്ലസ് ആയിട്ട് മാറും, അങ്ങനെ 4 കിട്ടും. വെട്ടി ചെറുതാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 3/2 -3/2 എന്ന ആൻസർ കിട്ടുന്നതായിരിക്കും. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് ലൈൻസ് ത്രൂ ദ പോയിന്റ് -2 6 ആൻഡ് 4 8 ഈസ് പെർപെൻഡിക്കുലർ ടു ദ ലൈൻ ത്രൂ ദ പോയിന്റ് 8 12 ആൻഡ് x 24. രണ്ട് ലൈൻസ് ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ ലൈൻ ഇങ്ങനെ പോകുന്നുണ്ട്. ഒന്നാമത്തെ ലൈൻ എങ്ങനെ പോകുന്നുണ്ട്? ഇതാ ഇങ്ങനെ പോകുന്നുണ്ട്. ഫസ്റ്റ് ലൈൻ ഇങ്ങനെ പോകുന്നുണ്ട്. ഫസ്റ്റ് ലൈൻ ഇങ്ങനെ പോകുന്നുണ്ട്. ആ ലൈനിലുള്ള പോയിന്റ്സ് ആണ് ആരൊക്കെയെന്ന് പറയുന്നത്? -2 6ഉം അതുപോലെ 4 8ഉം. മക്കളെ ഇങ്ങനെ ഒന്നല്ല ശരിക്ക് നമ്മുടെ കാർട്ടീഷ്യൻ പ്ലെയിനിൽ വരച്ചിട്ടുണ്ടെങ്കിൽ വരിക. നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ വരക്കുന്നേ ഉള്ളൂ. ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് മറ്റൊരു ലൈൻ ഉണ്ട്. ആ ലൈനിന്റെ പോയിന്റ്സ് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? 8 12 തന്നിട്ടുണ്ട്. അതേപോലെ എന്തും തന്നിട്ടുണ്ട്? x 24 എന്നും തന്നിട്ടുണ്ട്. നമുക്കറിയാം രണ്ട് ലൈൻസ് മക്കളെ, രണ്ട് ലൈൻസ്, ഈ ആളുടെ രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവരുടെ രണ്ടുപേരുടെയും സ്ലോപ്പ്, ഒന്നാമത്തെ ആളുടെ സ്ലോപ്പ് m1 എന്നും രണ്ടാമത്തെ ആളുടെ സ്ലോപ്പ് m2 എന്നും എടുത്തു. ഈ രണ്ടുപേരുടെയും സ്ലോപ്പിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും എന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്? -1 ആയിരിക്കും എന്നാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഈ കാണുന്ന എക്സിന്റെ വാല്യൂ ആണ്. അപ്പോൾ നമുക്കറിയാം ആദ്യം ഇയാളുടെ m1 കണ്ടുപിടിക്കുക. ഈ ലൈനിന്റെ സ്ലോപ്പ് നമ്മൾ കണ്ടുപിടിക്കും. ഈ ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചതിന് ശേഷം ഈ ലൈനിന്റെ സ്ലോപ്പ് നമ്മൾ കണ്ടുപിടിക്കും, m2. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം. അപ്പോൾ m2 കണ്ടുപിടിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിൽ x ഉള്ള ഒരു ഇക്വേഷൻ ആയിരിക്കും നമുക്ക് കിട്ടുക. അവിടെ ഒരു x ഉള്ള ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ആ ഇക്വേഷനും ഈ ഇക്വേഷനും കൂടെ നേരെ ഇതിലിട്ട് കൊടുത്തു, m1 × m2 എന്ന് പറയുന്ന ഇക്വേഷനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും. സോ നമ്മൾ ആദ്യം തന്നെ ഒന്നാമത്തെ ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാനായിട്ട് പോവുകയാണ്. m1 is equal to, സ്ലോപ്പ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, y2 - y1 ഡിവൈഡഡ് ബൈ x2 - x1 ആണ്. വാല്യൂസ് നേരെ കൊടുത്തു, 8 - 6 ഡിവൈഡഡ് ബൈ 4 - -2 എന്ന് വരും. അങ്ങനെ ആൻസർ നമുക്ക് എന്ത് കിട്ടി? 1/3 എന്ന് നമുക്ക് ആൻസർ കിട്ടി. സ്ലോപ്പ് നേരെ കുറച്ച് 2 മൈനസ് വന്ന സമയത്ത് അത് പ്ലസ് ആയിട്ട് മാറി. അങ്ങനെ 2/6 കിട്ടി. വെട്ടി ചെറുതാക്കി 1/3ലേക്ക് എത്തി. അടുത്തതാണ് m2, ഈ ലൈനിന്റെ സ്ലോപ്പ്. m2 എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ നേരെ ഇട്ട് കൊടുത്തു. അപ്പോൾ എന്തായിരിക്കും വരിക? 24 - 12 ഡിവൈഡഡ് ബൈ x - 8 എന്നായിരിക്കും. 24നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്ത സമയത്ത് നമുക്ക് 12 കിട്ടി. 12 ഡിവൈഡഡ് ബൈ x - 8 എന്ന് നമുക്ക് ഇവിടെ ആൻസർ കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് രണ്ടാമത്തെ സ്ലോപ്പും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കറിയാം രണ്ട് സ്ലോപ്പുകളുടെയും പ്രൊഡക്റ്റ് -1 ആണെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരെ സ്ലോപ്പുകൾ ഇട്ട് കൊടുത്തു. 1/3 × 12 ഡിവൈഡഡ് ബൈ x - 8 ഈക്വൽ ടു -1 എന്ന് പറഞ്ഞിട്ട് നേരെ അതിൽ വാല്യൂസ് m1 ഉം m2 ഇട്ട് കൊടുത്തു. ഇനി ഇവിടെ നോക്കിയേ, ഈ 3ൻ്റെയും അതുപോലെ 12ഉം സുഖസുന്ദരമായിട്ട് വെട്ടി കളഞ്ഞൂടെ? 3ഉം 12ഉം സുഖസുന്ദരമായിട്ട് വെട്ടി കളയാലോ. അങ്ങനെ വെട്ടിയിട്ട് നമുക്ക് അവിടെ എന്ത് കിട്ടി? 4 എന്ന് കിട്ടി. ഇനിയിപ്പോൾ ഈ സൈഡിൽ എന്താ ബാക്കിയുള്ളത്? 1 മാത്രമാണ്. 1 × ആ പറയപ്പെട്ട സാധനം എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? അത് തന്നെയാണ്. സോ 4 ഡിവൈഡഡ് ബൈ x - 8 is equal to നമുക്ക് എന്ത് കിട്ടും? -1 എന്ന് കിട്ടും. നമ്മൾ ഈ x - 8നെ നേരെ അപ്പുറത്തേക്ക് പറഞ്ഞയച്ചു. അപ്പുറത്തേക്ക് പറഞ്ഞയക്കുന്ന സമയത്ത് ഡിവിഷൻ ആണ് ഇവിടുത്തെ പരിപാടി. അങ്ങോട്ട് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. ബ്രാക്കറ്റ് ഇടാൻ വിട്ടു പോകരുത്. അങ്ങനെ ബ്രാക്കറ്റ് പൊട്ടിച്ച് നമുക്ക് എങ്ങനെ കിട്ടി? 4 is equal to -x + 8 എന്ന് കിട്ടി. എക്സിനെ അങ്ങോട്ടും 4നെ അങ്ങോട്ടും പാസ് ചെയ്ത സമയത്ത് നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടി. എന്താണ് ആൻസർ? x is equal to 4 എന്ന ആൻസർ കിട്ടിയിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നമുക്ക് നേരെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ പറയുന്നത് ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ പാസിംഗ് ത്രൂ ദി പോയിന്റ് 1 - 1 ആൻഡ് 2 3. അതായത് പാസ് ചെയ്ത് പോകുന്ന രണ്ട് പോയിന്റ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഏതാണ് യൂസ് ചെയ്യുക? 2 പോയിന്റ് ഫോം ആണ് നമ്മളവിടെ യൂസ് ചെയ്യുക. നമുക്ക് പാസ് ചെയ്ത് പോകുന്ന രണ്ട് പോയിന്റ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യും? 2 പോയിന്റ് ഫോം യൂസ് ചെയ്യും. എന്തായിരുന്നു 2 പോയിന്റ് ഫോം? y - y1 ഡിവൈഡഡ് ബൈ x - x1 is equal to y2 - y1 ഡിവൈഡഡ് ബൈ x2 - x1. നേരെ നമ്മൾ വാല്യൂസ് ഇട്ട് കൊടുത്തു. y1 എത്രയാണ് അവിടെ വരുന്നത്? -1 ആണ് വരുന്നത്. x1 എത്രയാണ് വരുന്നത്? 1 ഇട്ട് കൊടുത്തു. അതേപോലെ y2 - y1 അതുപോലെ 3 - -1 ഡിവൈഡഡ് ബൈ 2 - 1 എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ ഇട്ട് കൊടുത്തു. ഇനി ഇത് നേരെ ചെറുതാക്കുക. ഇതെന്തായിട്ട് മാറും? y + 1 ആയിട്ട് മാറും. ഇത് x - 1. ഇത് നേരെ 2 മൈനസ് ഒരുമിച്ച് വന്നിട്ട് പ്ലസ് ആയിട്ട് മാറി. ഇവിടെ 1 ആയിട്ട് മാറി. നേരെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? y + 1 is equal to 4 × x - 1 എന്ന് കിട്ടി. ബ്രാക്കറ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ ആ ബ്രാക്കറ്റ് പൊട്ടിച്ചു. അങ്ങനെ പൊട്ടിക്കുന്ന സമയത്ത് 4 × x മൾട്ടിപ്ലൈ ചെയ്യും, 4 × -1 മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? y + 1 is equal to 4x - 4 എന്ന് കിട്ടി. ഇനി നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ജനറൽ ഫോം ഓഫ് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്ട്രൈക്ക് ലൈനിൻ്റെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നത് ax + by + c = 0. അതായത് ഈക്വൽ ടു അവസാനത്തിൽ എന്താണ് ഇട്ട് കൊടുക്കേണ്ടത്? 0 ആണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ നിർത്താൻ പാടില്ല. എല്ലാവരെയും ഇങ്ങോട്ട് വലിച്ചിട്ട് അപ്പുറത്ത് എന്ത് മാത്രമായിട്ട് നിലനിർത്തണം? 0 മാത്രമായിട്ട് നിലനിർത്തണം. സോ 4x ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ എന്തായിട്ട് മാറി? 4x ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ x മൈനസ് ആവും. അതുകൊണ്ട് ഇയാൾ അങ്ങോട്ടാണ് കൊണ്ടുപോകുക. അപ്പോൾ എങ്ങനെ വരും? 4x - y. ഈ +1 ഉള്ളത് അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് ആയിട്ട് മാറും. ഓൾറെഡി -4 ഉണ്ട്. സോ -4 - 1 എന്ന് വരും. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? 4x - y - 5 = 0 എന്ന് പറയുന്ന ഇക്വേഷൻ അവിടെ കിട്ടിയിട്ടുണ്ട്. നേരെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ ഇന്റർസെക്റ്റിംഗ് ദ എക്സ് ആക്സിസ്. ആരാണ് ഇന്റർസെക്ട് ചെയ്യുന്നത്? എക്സ് ആക്സിസിനെയാണ് ഇന്റർസെക്ട് ചെയ്യുന്നത്. അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 3 യൂണിറ്റ്. എത്രയാണ്? 3 യൂണിറ്റ് ഡിസ്റ്റൻസിലാണ് എന്ത് ചെയ്യുന്നത്? ഇന്റർസെക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്.
വിത്ത് സ്ലോപ്പ് -2. എന്താണ് സ്ലോപ്പ് കൊടുത്തിട്ടുള്ളത്? -2 ആണ് സ്ലോപ്പ് കൊടുത്തിട്ടുള്ളത്. ഈ ലൈനിൻ്റെ സ്ലോപ്പും തന്നിട്ടുണ്ട്, അതേപോലെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റും തന്നിട്ടുണ്ട്. എവിടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ്? എക്സ് ആക്സിസിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റും തന്നിട്ടുണ്ട്. സോ നമ്മൾ നേരെ വാല്യൂസ് ഇട്ട് കൊടുത്തു. സോ ഈ ഇവിടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് 3 യൂണിറ്റ് എന്താണ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇൻ്റർസെക്റ്റിംഗ് എക്സ് ആക്സിസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 3 യൂണിറ്റ് ലെഫ്റ്റ് ഓഫ് ഒറിജിൻ എന്ന ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. എന്ത് കൊടുത്തിട്ടുണ്ടാ? ലെഫ്റ്റ് ഓഫ് ഒറിജിൻ. അതായത് ഇയാളെയാണ് നമ്മൾ ഒറിജിൻ എന്ന് പേര് വിളിക്കുന്നത്. ഒ എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ ഒറിജിൻ്റെ ലെഫ്റ്റിലേക്കാണ് 3 യൂണിറ്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങോട്ടാണ് 3 യൂണിറ്റ്. അപ്പോൾ ഈ പോയിന്റ് എന്ന് പറയുന്നത് ഏതാണടാ? ആ പോയിന്റ് എന്ന് പറയുന്നത് -3 ആണ് ആ പോയിന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇയാളുടെ കോർഡിനേറ്റ് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? -3 0 എന്ന് പറയാൻ പറ്റും. പറഞ്ഞൂടെ? അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ള കോർഡിനേറ്റ് കിട്ടിയിട്ടുണ്ടല്ലോ. ആ കോർഡിനേറ്റ് എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? -3 0. ഇയാളുടെ സ്ലോപ്പും നമുക്കറിയാം. അപ്പോൾ ഒരു പോയിന്റും അറിയാം, സ്ലോപ്പും അറിയാം. അപ്പോൾ നമുക്ക് നേരെ പോയിന്റ് സ്ലോപ്പ് ഫോമിൽ ഇട്ട് കൊടുക്കാം. y - y1 = m × x - x1 എന്ന് പറയുന്ന ഇക്വേഷനിൽ ഇട്ട് കൊടുത്തുകൊണ്ട് നേരെ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് എന്തിലേക്ക് എത്തിക്കാൻ പറ്റും? 2x + y + 6 = 0 എന്ന് പറയുന്ന ഇക്വേഷനിൽ എത്തിക്കാൻ പറ്റും. ഇതിങ്ങനെ അല്ലാതെ വേറെ രൂപത്തിലും കൂടി ചെയ്യാൻ പറ്റും. എങ്ങനെ ചെയ്യാൻ പറ്റും? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇന്റർസെപ്റ്റ് ഫോം, സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം പഠിച്ചിട്ടുണ്ട്. ഇവിടെ ആരെ ഇന്റർസെപ്റ്റ് ചെയ്യണത്? എക്സ് ആക്സിസിനെയാണോ വൈ ആക്സിസിനെയാണോ ഇന്റർസെപ്റ്റ് ചെയ്യണത്? ഏത് ആക്സിസിനെയാണ്? എക്സ് ആക്സിസിനെയാണ് ഇന്റർസെപ്റ്റ് ചെയ്യുന്നത്. എക്സ് ഇന്റർസെപ്റ്റ് സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോമിൽ എക്സ് ഇന്റർസെപ്റ്റിന്റെ ഇക്വേഷൻ എന്തായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്? ഓർക്കുന്നുണ്ടോ? y = m × x - d എന്നായിരുന്നു ആ ഇക്വേഷൻ. നേരെ നമ്മൾ ഇതിൽ വാല്യൂസ് ഇട്ട് കൊടുത്തു. y = m എത്രയാണ് അവിടെ വരുന്നത്? -2 ആണ് വരുന്നത്. x - d എന്ന് പറയുന്നത് ഇന്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ആണ്. ആ പോയിന്റ് എന്ന് പറയുന്നത് ഏതാണ്? -3 ആണ്. സോ -3 അവിടെ കൊടുത്തു. y = -2 ഇൻറ്റു 2 മൈനസ് ഒരുമിച്ച് വന്നതുകൊണ്ട് അത് പ്ലസ് ആയിട്ട് മാറും. ഇനി -2 കൊണ്ട് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ -2x - 6 എന്ന് കിട്ടും. എല്ലാവരെയും ഇപ്പുറത്തേക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 2x + y + 6 = 0 എന്ന് കിട്ടും. -2 ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് ആവും, ഇതും പ്ലസ് ആയിട്ട് മാറും. രണ്ട് സൈഡിലും നമുക്ക് കിട്ടിയിട്ടുള്ള ഇക്വേഷൻസ് എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. അപ്പോൾ ഒരേ ഇക്വേഷൻ തന്നെ, ഒരു ലൈനിൻ്റെ ഇക്വേഷൻ നമുക്ക് മൾട്ടിപ്പിൾ വേസിൽ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ഒന്നുകിൽ നിങ്ങൾക്ക് ഈ ഇന്റർസെപ്റ്റ് എക്സ് ഇന്റർസെപ്റ്റ് സ്ലോപ്പ് ഫോം വെച്ചിട്ട് കണ്ടുപിടിക്കാം, അതല്ലെങ്കിലോ സ്ലോപ്പ് പോയിന്റ് ഫോം വെച്ചിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. സോ നമുക്ക് നേരെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? റെഡ്യൂസ് ദ ഫോളോയിങ് ഇക്വേഷൻസ് ഇൻ ടു ഇന്റർസെപ്റ്റ് ഫോം ആൻഡ് ഫൈൻഡ് ദ ഇന്റർസെപ്റ്റ് ഓഫ് എക്സ് ആക്സിസ്. ഫൈൻഡ് ദ ഇന്റർസെപ്റ്റ് ഓഫ് ദ ആക്സസ്. ഓരോ ആക്സസിൻ്റെയും ഇന്റർസെപ്റ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് എക്സ് ഇന്റർസെപ്റ്റും കണ്ടുപിടിക്കണം, വൈ ഇന്റർസെപ്റ്റും കണ്ടുപിടിക്കണം. മക്കളെ, ഇന്റർസെപ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ എന്താ? ഈ കാണുന്നതല്ലേ ഇന്റർസെപ്റ്റ് ഫോം എന്ന് പറയുന്നത്? ആണോ അല്ലേ? യെസ്. അപ്പോൾ ഈ ഒരു ഫോമിലേക്ക് ആക്കിയിട്ട് മാറ്റണം. ദാറ്റ് മീൻസ് ഈക്വൽ ടു എന്ത് വരണം? 1 വരണം. എന്ത് വരണടാ? ഈക്വൽ ടു 1 വരണം. ഇപ്പുറത്ത് എന്ത് മാത്രമേ വരാൻ പാടുള്ളൂ? എക്സിൻ്റെ പാർട്ടും ഉണ്ട്, ഒരു വൈൻ്റെ പാർട്ടും ഉണ്ട്. ഈക്വൽ ടു എന്ത് വരണം? 1 വരണം. അപ്പോൾ ഇങ്ങനെ ഇന്റർസെപ്റ്റ് ഫോം ആക്കിയിട്ട് മാറ്റാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ട പരിപാടി ഇത്രയേ ഉള്ളൂ. ഈ നമ്പറിനെ പിടിച്ചിട്ട് അപ്പുറത്ത് കൊടുക്കുക. അപ്പോൾ ഇപ്പുറത്ത് എന്ത് മാത്രമാവും? എക്സും വൈയും മാത്രമാവില്ലേ? അപ്പുറത്ത് ഒരു നമ്പറും ആവും. ഈ നമ്പറിനെ എന്താക്കി മാറ്റണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്? 1 ആക്കി മാറ്റണം. ആ നമ്പറിനെ 1 ആക്കണം എന്നുണ്ടെങ്കിൽ ഇയാൾ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും? 12 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും. സോ നമ്മൾ നേരെ 12 കൊണ്ടാണ് ഡിവൈഡ് ചെയ്തു. മൊത്തത്തിൽ 12 കൊണ്ട് ഇയാൾ മാത്രം ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ചെയ്യുമ്പോൾ എല്ലാവരെയും ചെയ്യണം. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ 3ഉം 12ഉം വെട്ടിയിട്ട് 4 കിട്ടും. അതുപോലെ ഈ 2ഉം 12ഉം വെട്ടിയിട്ട് നമുക്ക് ഇവിടെ 6 കിട്ടും. ഇവർ രണ്ടുപേരും വെട്ടി കളഞ്ഞിട്ട് നമുക്ക് എന്തും കിട്ടും? 1ഉം കിട്ടും. ഇനിയിപ്പോൾ ഇവിടെ നോക്കിയേ, x/4 + y/6 = 1 എന്ന് കിട്ടി. ഏത് ഫോമിലേക്കായി? ഈ ഫോമിലേക്കായില്ലേ? എന്താണ് ഇന്റർസെപ്റ്റ് ഫോം പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഈ എ എന്ന് പറയുന്നത് ഏത് ഇന്റർസെപ്റ്റ് ആണ്? ഈ എ എന്ന് പറയുന്നത് ഏത് ഇന്റർസെപ്റ്റാ? എക്സ് ഇന്റർസെപ്റ്റ് ആണ്. ബി എന്ന് പറയുന്നത് ഏത് ഇന്റർസെപ്റ്റാ? വൈ ഇന്റർസെപ്റ്റ് ആണ്. അപ്പോൾ ഇയാൾ 4 എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ് ഇന്റർസെപ്റ്റ് ആയിരിക്കും. 6 എന്ന് പറയുന്നത് എന്തായിരിക്കും? വൈ ഇന്റർസെപ്റ്റ് ആയിരിക്കും. സിമ്പിൾ അല്ലേ പരിപാടി? ഇനി അതല്ല, പരീക്ഷയ്ക്ക് ഇങ്ങനെ റെഡ്യൂസ് ദ ഫോളോയിങ് എന്നൊക്കെ പറഞ്ഞാൽ ചോദിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളോട് ജസ്റ്റ് എന്ത് ചോദിച്ചു? എക്സ് ഇന്റർസെപ്റ്റും വൈ ഇന്റർസെപ്റ്റും മാത്രമാണ് ചോദിച്ചതെങ്കിൽ എക്സ് ഇന്റർസെപ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അത്? -c/a. വൈ ഇന്റർസെപ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അത്? -c/b. നേരെ ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എക്സ് ഇന്റർസെപ്റ്റ് ഈ ഇക്വേഷൻ പ്രകാരം എങ്ങനെ വരിക? -12 ÷ 3 എന്ന് വരും. 12 ÷ 3 എത്രയാ? 4. എക്സ് ഇന്റർസെപ്റ്റ് നമുക്ക് 4 അല്ലേ കിട്ടിയിട്ടുള്ളത്. ദാറ്റ്സ് ഓൾ. സിമ്പിൾ അല്ലേടാ മക്കളെ? ഓക്കെ, നമുക്ക് നേരെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് -1 1 ഫ്രം ദ ലൈന് 3x - 4y + 5 = 0. അതായത് ഒരു ലൈനിൻ്റെ ഇക്വേഷനും തന്നിട്ടുണ്ട്, ഒരു പോയിന്റും തന്നിട്ടുണ്ട്. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് എടുത്ത് പറഞ്ഞിട്ടില്ല, ചിലതിൽ അങ്ങനെ എടുത്ത് പറയാറുണ്ട്. ഇനി പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ഡിസ്റ്റൻസ് അവിടെ കാണണം. എന്തായിരുന്നു ഇക്വേഷന്? ഡിസ്റ്റൻസ് mod ax1 + by1 + c / √a² + b². എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇതിൽ x1 y1 എന്ന് പറയുന്ന ആരാ? -1 1. അതുപോലെ a b c ആരൊക്കെയാ? 3 -4 5. പ്രത്യേകം ശ്രദ്ധിക്കുക, 4നെ മാത്രം എടുത്തുകൊണ്ട് കൊണ്ടുപോകാൻ നിൽക്കരുത്, -4നെ എടുത്തിടണം. നമ്മൾ നേരെ വാല്യൂസ് ഇട്ട് കൊടുത്തു ഇക്വേഷനിൽ. അങ്ങനെ വാല്യൂസ് ഇട്ട് കൊടുത്ത സമയത്ത് 3 × -1 + -4 × 1 + 5 എന്ന് കിട്ടി. അതങ്ങനെ സോൾവ് ചെയ്തുകൊണ്ട് ഇത് നമുക്ക് -3 കിട്ടി, ഇവിടെ -4 കിട്ടി, +5.
-3 -4 കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ -7 കിട്ടും. -7 5 ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് -2 എന്ന ആൻസർ കിട്ടി. മോഡിൻ്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് 2 ആയിട്ട് മാറും. റൂട്ടിൻ്റെ ഉള്ളിൽ ആരൊക്കെ ഉണ്ടായിരുന്നത് 3 സ്ക്വയറും -4 സ്ക്വയറും രണ്ടുപേരും എന്തായിട്ട് മാറി 9ഉം അതുപോലെ 16ഉം ആയിട്ട് മാറി. രണ്ടുപേരും കൂടെ ആഡ് ചെയ്തു 25 ആണ്. 25ൻ്റെ റൂട്ട് എത്രയാണ് 5 ആണ്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഇതിൻ്റെ ആൻസർ വരുന്നത് 5 ആണ് വരാൻ പോകുന്നത്. കുറേ പ്രാവശ്യം കണ്ട് ശീലമായിട്ടുണ്ടാവും. സോ നമുക്ക് ഡിസ്റ്റൻസ് എത്ര കിട്ടി 2/5 എന്ന് കിട്ടി. അവിടെ കൊണ്ടുപോയിട്ട് സെൻറ്റിമീറ്ററും മീറ്ററും എഴുതി വെക്കാൻ നിൽക്കരുത്. കാരണം സെൻറ്റിമീറ്ററും മീറ്ററും നിങ്ങൾ വരക്കുന്ന ഗ്രാഫിൻ്റെ സ്കെയിലിനനുസരിച്ചിട്ടാണ് അവിടെ വരിക. അതുകൊണ്ട് ജസ്റ്റ് യൂണിറ്റ് എന്ന് എഴുതി കൊടുത്താൽ മതിയാകും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. യെസ്, ഇത് കുറച്ച് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ഇങ്ങോട്ട് നോക്കി എന്താ ക്വസ്റ്റ്യനിൽ പറയുന്നത്? ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ്. രണ്ട് ലൈൻസിൻ്റെ ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. എന്നിട്ട് എന്ത് കാണാൻ പറഞ്ഞിട്ടുണ്ട്? ആംഗിൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മക്കളെ ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആകെ കൂടെ ഒരു ഇക്വേഷനെ പഠിച്ചിട്ടുള്ളൂ. എന്തായിരുന്നു അത്? ടാൻ തീറ്റ ഈക്വൽ ടു മോഡ് m2 - m1 ഡിവൈഡഡ് ബൈ 1 + m1 m2 എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷനല്ലേ പഠിച്ചത്. അപ്പോൾ അതിന് ആദ്യം എന്ത് വേണം? m1 m2 വേണം. തന്നിട്ടുണ്ടോ? ഇല്ല. ഇനി തന്ന തന്നെ ഈ ഇക്വേഷൻ്റെ പ്രത്യേകത നോക്കി ഞങ്ങൾ ഓർഡറിലാണോ തന്നിട്ടുള്ളത്? ആദ്യം ആരതാ വരണ്ടേ? ആദ്യം x വരണം, പിന്നെ y വരണം, പിന്നെ കോൺസ്റ്റന്റ് വരണം. അങ്ങനെയല്ലേ നമ്മളുടെ ജനറൽ ഫോം എന്ന് പറയുന്നത്. സോ ആദ്യം തന്നെ ആ തന്നിട്ടുള്ള ഇക്വേഷനെ ആ രൂപത്തിലേക്ക് ആക്കിയിട്ട് മാറ്റി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ മൈനസ് ആരുടെയാണടാ? √3ൻ്റെ മൈനസ് ആണ്. അപ്പോൾ √3ൻ്റെ കൂടെ തന്നെ ആ മൈനസ് ഇട്ടുകൊണ്ട് എഴുതി വെക്കണം. ക്ലിയർ ആണല്ലോ? സോ -√3x + y - 5 = 0. അതേപോലെ ഇയാളെ നമ്മൾ മാറ്റിയിട്ട് -x + √3y + 6 = 0 എന്ന് എഴുതി കൊടുത്തു. ഇനി രണ്ട് പേരുടെയും സ്ലോപ്പ് കണ്ടുപിടിക്കണം, m1ഉം m2ഉം. ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഈ ഇക്വേഷൻ നല്ല വൃത്തിക്ക് പഠിച്ചു വെച്ചുകൊണ്ട് ഇടക്കിടക്ക് ആവശ്യം വരുന്നത്. തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നല്ലോ. തൊട്ട് മുമ്പത്തെ അതിൻ്റെ മുമ്പത്തെ ക്വസ്റ്റ്യനിൽ. സോ -a/b എന്നാണ് ഇക്വേഷൻ. നമ്മൾ നേരെ വാല്യൂസ് ഇട്ട് കൊടുത്തു. a -√3 ആണ്, ഡിവൈഡഡ് ബൈ 1 ഉണ്ട്, പിന്നെ പുറത്തൊരു മൈനസ് ഉണ്ട്. രണ്ട് മൈനസും ക്യാൻസൽ ആയി നമുക്ക് √3 എന്ന ആൻസർ കിട്ടി. ഓക്കെ ആണല്ലോ? m2 -a/b. m2ൽ നമുക്ക് ആരൊക്കെ ഉള്ളത്? മൈനസ് ഓൾറെഡി ഇട്ട് കൊടുത്തു. എക്സിൻ്റെ -1 ആണ് കോഎഫിഷ്യൻറ്റ്. സോ മൈനസ് ഇട്ട് കൊടുത്തു. y എന്ന് പറയുന്നത് √3 ആണ്. മൈനസ് ക്യാൻസലായി നമുക്ക് 1/3 എന്ന ആൻസർ കിട്ടി. നമ്മൾ ഇക്വേഷൻ എഴുതി കൊടുത്തു. ടാൻ തീറ്റ ഈക്വൽ ടു മോഡ് m2 - m1 ഡിവൈഡഡ് ബൈ 1 + m1 m2 എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുത്തു. വാല്യൂസ് നേരെ പുട്ട് ചെയ്തു. m2 1/√3 ആണ്. -√3 ഡിവൈഡഡ് ബൈ 1 + √3 × 1/√3. ഇവിടെ നോക്കിയേ, ഈ √3 ക്യാൻസലായി പോയി. ബാക്കി എന്താ ഉണ്ടാവുക? 1 മാത്രമായിരിക്കും ഉണ്ടാവുക. ബാക്കി തൊട്ടപ്പുറം പേജിലുണ്ട്. ഇങ്ങോട്ട് നോക്കിയടാ, 1 + 1 എന്ന് വന്നു. 1/√3 നിന്ന് √3 മൈനസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എങ്ങനെ ചെയ്യുക? നേരെ ക്രോസ് ചെയ്യല്ലേ ചെയ്യുക. സോ അങ്ങനെ തന്നെ ക്രോസ് ചെയ്തു. 1 - √3 × √3 ഡിവൈഡഡ് ബൈ √3 എന്ന് വന്നു. ഡിവൈഡഡ് ബൈ താഴെ എന്തുണ്ടാവും? 1 + 1 2 ഉണ്ടാവും. ഓക്കെ ആണല്ലോ? √3 താഴെ അതുപോലെ തന്നെ ഇട്ട് കൊടുത്തു. ഇവർ രണ്ടുപേരും മൾട്ടിപ്ലൈ ചെയ്താൽ എന്താണ് കിട്ടുക? √3 മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 3 എന്ന ആൻസർ കിട്ടും. സോ 1 - 3 എന്ന് വന്നു. 1 - 3 എന്ന് പറഞ്ഞാൽ 2 ആണ്. സോ 2 ഡിവൈഡഡ് ബൈ √3/2 എന്ന് നമുക്ക് വന്നു. ഇയാൾ എങ്ങനെയാണ് നമ്മൾ മാറ്റി എഴുതുക? 2 ഡിവൈഡഡ് ബൈ √3 ഡിവൈഡഡ് ബൈ 2 എന്ന് വന്നു. ഇയാളെ നമുക്ക് മാറ്റിയിട്ട് ഇങ്ങനെ എഴുതി കൂടെ? 2 ഡിവൈഡഡ് ബൈ √3 ആണ് കേട്ടത്. √3 × 1/2 എന്ന് എഴുതി വെച്ചൂടെ? അങ്ങനെ നമ്മൾ എഴുതി വെച്ചതാണ് ഈ കാണുന്നത്. അതിൽ ഈ 2 ും 2 ആണ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ബാക്കി എന്താ ഉണ്ടാവുക? 1/√3 എന്നായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ടാൻ തീറ്റ ഈക്വൽ ടു മോഡ് 1/√3. ആ മോഡിനെ ഒഴിവാക്കി ടാൻ തീറ്റ ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? 1/√3 എന്ന് കിട്ടിയിട്ടുണ്ട്. മക്കളെ ടാൻ തീറ്റ എത്ര ഡിഗ്രി ആവുമ്പോഴാണ് നമുക്ക് 1/√3 കിട്ടാറുള്ളത്? എത്രയാടാ പറഞ്ഞേ? 30 ഡിഗ്രി ആവുമ്പോഴാണ് നമുക്ക് ടാൻ തീറ്റ ഈക്വൽ ടു ടാൻ 30ൻ്റെ വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത്? 1/√3 എന്ന് പറയുന്നത്. അപ്പോൾ ആ വാല്യൂ നിങ്ങൾക്ക് അഥവാ കാണാതെ അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കാൽക്കുലേറ്ററിൽ ഇങ്ങനെ കണ്ടുപിടിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. തീറ്റ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ടാൻ ഇൻവേഴ്സ് ഓഫ് 1/√3 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. എന്ത്? 30 ഡിഗ്രി എന്ന ആൻസർ കിട്ടുന്നതായിരിക്കും. ഓക്കെ ആണല്ലോ? ശരി, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ പെർപെൻഡിക്കുലർ ടു ദ ലൈൻ x - 2y + 3 = 0 ആൻഡ് പാസിംഗ് ത്രൂ ദി പോയിന്റ് 1 - 2. ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ് മക്കളെ. അങ്ങോട്ട് നോക്കിക്കോ. ഇടയ്ക്കിടയ്ക്ക് സാധാരണഗതിയിൽ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങോട്ട് നോക്കിയടാ, ഒരു ലൈൻ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ആ ലൈനിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട് x - 2y + 3 = 0 ആണെന്നുള്ളത്. ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്ന മറ്റൊരു ലൈൻ ഉണ്ട്. അതിലുള്ള ഒരു പോയിന്റും തന്നിട്ടുണ്ട് 1 - 2 ആണെന്നുള്ളത്. ഈ ലൈനിൻ്റെ ഇക്വേഷൻ ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ആരുടെ ഇക്വേഷനാണ്? ഈ ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ ആകെ കൂടെ നമുക്കറിയാവുന്നത് ഒരു പോയിന്റ് മാത്രമാണ് അല്ലേ? പോയിന്റ് മാത്രമല്ലേ നമുക്കറിയുള്ളൂ. ഇനി എന്തെങ്കിലും ഒരു സാധനം കൂടെ കിട്ടിയാലല്ലേ നമുക്ക് ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഒന്നെങ്കിൽ എന്ത് വേണം? വേറൊരു പോയിന്റ് വേണം. അത് കുറച്ച് ബുദ്ധിമുട്ടാണ് കണ്ടുപിടിക്കൽ. അതല്ലെങ്കിൽ ഇയാളുടെ സ്ലോപ്പ് വേണം. എങ്ങനെയാണ് സ്ലോപ്പ് കണ്ടെത്തുക? ഇയാളുടെ സ്ലോപ്പ് നമുക്ക് കണ്ടെത്തിക്കൂടെ? നമുക്ക് ഇക്വേഷൻ ഉണ്ടല്ലോ. ആ ഇക്വേഷനിൽ നിന്ന് ഇയാളുടെ സ്ലോപ്പ് കണ്ടെത്തിക്കൂടെ? ആ സ്ലോപ്പും അതായത് ഇയാളുടെ സ്ലോപ്പും കൂടെ ഗുണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം m1 × m2 എന്ന് പറയുന്നത് എന്താണടാ? -1 അല്ലേ? എപ്പോൾ? പെർപെൻഡിക്കുലർ ആണെങ്കിൽ. അപ്പോൾ പരീക്ഷയ്ക്ക് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞ സാധനം കണ്ടാൽ പിന്നെ ആലോചിക്കാൻ നിൽക്കണ്ട. അവിടെ ഏത് സാധനം ഉപയോഗിക്കേണ്ടി വരും? ഇയാൾ ഉപയോഗിക്കേണ്ടി വരും.
ക്ലിയർ ആണോ? അപ്പോൾ അങ്ങോട്ട് നോക്കിയേ. അപ്പോൾ ആദ്യം തന്നെ ഫസ്റ്റത്തെ ലൈനിൻ്റെ നമ്മളുടെ ലൈനിൻ്റെ ഇക്വേഷൻ എടുത്തു. ആ ലൈനിൽ നിന്ന് അയാളുടെ സ്ലോപ്പ് അങ്ങോട്ട് എടുത്തു. സ്ലോപ്പ് എന്തായിരിക്കും വരിക? -a/b ആണ്. സോ -1/-2 എന്ന് വരും. മൈനസും കട്ടായിട്ട് നമുക്ക് എന്ത് കിട്ടി? 1/2 എന്ന് ഇയാളുടെ സ്ലോപ്പ് കിട്ടി. ഈ ചങ്ങായിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നമുക്കറിയാം ലൈൻസ് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് തന്നെ m1 × m2 -1 ആയിരിക്കും. നമ്മൾ നേരെ വാല്യൂസ് കൊടുത്തു. 1/2 × m2 = -1. നേരെ 1/2 അങ്ങോട്ടാണ് പറഞ്ഞയച്ചു. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടി? -2 എന്ന ആൻസർ കിട്ടി. സിമ്പിൾ അല്ലേ പരിപാടി? ഈ 2 അങ്ങോട്ട് പറഞ്ഞയച്ചു. അപ്പോൾ -1 × 2 എന്ന് വരും. അപ്പോൾ ആൻസർ നമുക്ക് -2 എന്ന് കിട്ടി. അപ്പോൾ എന്ത് കിട്ടി? ഇയാളുടെ സ്ലോപ്പ് കിട്ടിയില്ലടാ. ഇപ്പോൾ ഈ ലൈനിൻ്റെ എന്തൊക്കെയാണ് നമുക്കറിയാം? സ്ലോപ്പും അറിയാം, പോയിന്റും അറിയാം. എന്തൊക്കെ അറിയാം? സ്ലോപ്പും അറിയാം, പോയിന്റും അറിയാം. അപ്പോൾ നമ്മൾ ഏത് ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്? സ്ലോപ്പ് പോയിന്റ് ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. ഇക്വേഷൻ ഓഫ് ദ ലൈൻ യൂസിങ് സ്ലോപ്പ് പോയിന്റ് സ്ലോപ്പ് ഫോം. അപ്പോൾ പോയിന്റ് സ്ലോപ്പ് ഫോം നമ്മൾ ഇട്ട് കൊടുത്തു. y - y1 = m × x - x1. വാല്യൂസ് നേരെ ഇട്ട് കൊടുത്തു. y - -2 അങ്ങോട്ട് നോക്കിയാൽ പോയിന്റ് 1 - 2 എന്നല്ലേ? y - -2 = -2 × x - 1 എന്ന് കൊടുത്തു. നമ്മൾ ഇവിടെ എന്തായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും. ഈ -2 ബ്രാക്കറ്റ് പൊട്ടിച്ച് നമുക്ക് -x + 2 എന്ന് കിട്ടി. ഇനി എല്ലാവരും ഇങ്ങോട്ട് പറഞ്ഞയച്ചു. എന്തുകൊണ്ടാണ് അങ്ങോട്ട് പറഞ്ഞയച്ചത്? എക്സിൻ്റെ സൈന് മൈനസ് ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ഇയാൾ അങ്ങോട്ട് കൊണ്ടുവന്നാൽ പ്ലസ് ആയിട്ട് മാറും, +2x ആയിട്ട് മാറും. ഇയാൾ അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ -ഉം ആയിട്ട് മാറും. അപ്പോൾ അങ്ങനെ നമുക്ക് ആൻസർ എന്ത് കിട്ടി? 2 × 2 ക്യാൻസലായി. ബാക്കി 2x + y = 0 എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാരലൽ ലൈൻസ് 3x - 4y + 7. കേട്ടോ, ഓക്കെ. ഇയാൾ പാരലൽ ലൈൻസ് ആണെന്നാണ് പറഞ്ഞത്. അതെന്താണ്? 3x - 4y ആണ്. ഇവിടെയും തന്നെയാണ് 3x - 4y ആണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. രണ്ട് ലൈൻസ് പാരലൽ ആണോ അവരുടെ എക്സ് കോർഡിനേറ്റ്, അവരുടെ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റും വൈൻ്റെ കോഎഫിഷ്യൻറ്റും സെയിം ആയിരിക്കും. ആര് മാത്രമേ മാറ്റേണ്ടാവുള്ളൂ? സി മാത്രമേ മാറ്റേണ്ടാവുള്ളൂ. ഇവിടെ 5 ആണ്, ഇവിടെ 7 ആണ്. നേരെ ഇക്വേഷനിൽ ഇട്ട് കൊടുത്തു. c2 - c1 / √a² + b² ഇട്ട് കൊടുത്തു. 7ന്ന് 5 കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 ആണ്. 2ൻ്റെ മോഡ് എടുത്താലും 2 തന്നെയാണ്. ഉള്ളിൽ 3² + 4² ആണ്. അത് √25 അങ്ങനെ വന്നിട്ട് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? 2/5 എന്ന ആൻസർ കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് കാൽക്കുലേഷൻ മാത്രമേ ഉള്ളൂ. ഇക്വേഷൻ അറിയില്ല എന്നുണ്ടെങ്കിൽ മക്കളെ പരീക്ഷയ്ക്ക് ഇരുന്നാണ്ട് ഊഞ്ഞാലാടുക എന്നല്ലാതെ വേറെ പരിപാടിയൊന്നും നടക്കില്ല. നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഫൈൻഡ് ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ of the line 2x + y - 3 = 0 and 3x - y - 2 = 0. അങ്ങോട്ട് നോക്കിയേ. ഈ ക്വസ്റ്റ്യൻ ഒരു പ്രത്യേകത ഉണ്ട്. ഇത് ചോദിക്കാൻ ചാൻസ് ഏറ്റവും കൂടുതലുള്ള ക്വസ്റ്റ്യനാണ് മക്കളെ. നിങ്ങളുടെ എക്സാം ഹാളിൽ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം നല്ല വൃത്തിക്ക് പഠിച്ച് വെച്ചിട്ട് പോയിക്കോ. പരീക്ഷാ ഹാളിൽ നിന്ന് ഇത് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാണ്ട് മേലോട്ട് നോക്കിയിട്ട് കാര്യം ഉണ്ടാവില്ല. ഇങ്ങോട്ട് നോക്കിയേ. നമ്മോട് എന്താ പറഞ്ഞത്? ഒരു ലൈൻ ഉണ്ട്. ആ ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 2x + y - 3 = 0 ആണ് ഇയാളുടെ ഇക്വേഷൻ. മറ്റൊരു ലൈൻ ഇതിനെ പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്നുണ്ട്. പെർപെൻഡിക്കുലർ എന്നൊന്നും പറഞ്ഞിട്ടില്ല. മറ്റൊരു ലൈൻ ഇതിനെ ക്രോസ് ചെയ്തിട്ട് പോകുന്നുണ്ട്. അയാളുടെ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അതെന്താണ്? 3x - y - 2 = 0. രണ്ടുപേരുടെയും ഇക്വേഷൻ തന്നിട്ടുണ്ടല്ലോ. എന്നിട്ട് നമ്മോട് എന്ത് പറഞ്ഞു? ഈ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞോടാ? ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. സോ വി ഹാവ് ടു ഫൈൻഡ് ദ ഇന്റർസെക്റ്റിംഗ് പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മോട് പറയുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോടാ? ഓക്കെ അല്ലേ? ഇനി ഇവിടെ നോക്കിയേ. അതെന്താ പരിപാടി എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്താ? ആ ലൈനിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ലൈനിലുള്ള ഈ ഒരു പോയിന്റ് എടുത്തു. ഈ പോയിന്റിൻ്റെ എക്സിൻ്റെ വാല്യൂ വൈൻ്റെ വാല്യൂ, ഇപ്പോൾ ഇവിടെ ഒരു എക്സും വൈയും ഉണ്ടാവുമല്ലോ. ആ എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 0 കിട്ടും. ദാറ്റ് മീൻസ് ഈ ലൈനിലുള്ള ഏതൊരു പോയിന്റും ഏത് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും? 2x + y - 3 = 0 എന്ന് പറയുന്ന ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റും ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഇനി ഇവിടെ നോക്കിയേ. ഈ ലൈനിലുള്ള ഏതൊരു പോയിന്റ് എടുത്താലും, ഇപ്പോൾ ഇവിടുന്ന് ഒരു പോയിന്റ് എടുത്തു, ഇവിടുന്ന് ഒരു പോയിന്റ് എടുത്തു, ഏത് പോയിന്റ് എടുത്താലും അയാൾ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഏത്? 3x - y - 2 = 0 എന്ന് പറയുന്ന ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും, നിർബന്ധമാണ്. അപ്പോൾ നോക്കിയടാ, ഈ പോയിന്റിന്റെ പ്രത്യേകത എന്താ? ഈ പോയിന്റ് ഈ ഇക്വേഷനും സാറ്റിസ്ഫൈ ചെയ്യും, ഈ ഇക്വേഷനും സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് ഈ രണ്ട് ഇക്വേഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സിൻ്റെ വാല്യൂ നമ്മൾ കണ്ടെത്തൽ? അത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ രണ്ട് ഇക്വേഷനെയും കൂടെ നമ്മൾ സോൾവ് ചെയ്യും. ആ സോൾവ് ചെയ്യുന്ന സമയത്ത് രണ്ട് ഇക്വേഷനിലും സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സിൻ്റെ വാല്യൂ വൈൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. അത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഇന്റർസെക്റ്റിംഗ് പോയിന്റ് കണ്ടെത്താൻ പറഞ്ഞാൽ ആ രണ്ട് ലൈനിൻ്റെയും ഇക്വേഷൻ്റെ എന്ത് കണ്ടുപിടിക്കുക? ആ രണ്ട് ലൈനിൻ്റെ ഇക്വേഷൻ ആണ് സോൾവ് ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്കിയേ.
2x plus y minus 3 equal to 0. അവിടെ 3x minus y minus 2 equal to 0. രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. രണ്ടും കൂടെ അങ്ങോട്ട് ആഡ് ചെയ്തു. ആഡ് ചെയ്യുന്ന സമയത്ത് ഇവർ രണ്ടുപേരും ആഡ് ചെയ്താൽ 0 ആയിട്ട് ക്യാൻസൽ ചെയ്തിട്ട് പോകും. ഏതെങ്കിലും ഒന്ന് ക്യാൻസൽ ചെയ്ത് കളയാന്നുള്ളതാണ് പരിപാടി. നമ്മൾ ഓൾറെഡി ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. സോ 5x plus 0 അപ്പോൾ രണ്ടുപേരും 0 ആയിട്ട് മാറും. -3ഉം -2ഉം കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ -5 കിട്ടും. അങ്ങനെ നമുക്ക് 5x equal to 5 എന്ന് കിട്ടി. സോ x is equal to 5/5. ആൻസർ ഇസ് 1. ഇനി എന്താ ചെയ്യേണ്ടത്? എക്സിൻ്റെ വാല്യൂ കിട്ടിയാലോ 1 എന്നുള്ളത്, ആ എക്സ് ഈക്വൽ ടു 1 എന്നുള്ളത് നമ്മൾ എന്തിൽ പുട്ട് ചെയ്ത് കൊടുക്കുക? ഇക്വേഷൻ 1ൽ ഇട്ട് കൊടുക്കുക. സോ ഇക്വേഷൻ 1ൽ നമ്മൾ നേരെ എക്സിൻ്റെ വാല്യൂ ഇട്ട് കൊടുത്തു. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? 2 × 1 + y - 3 = 0 എന്ന് കിട്ടി. 2 എന്ന് ഈ 3 മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് -1 ആണ് കിട്ടുക. സോ y - 1 is equal to 0 എന്ന് വരും. -1നെ അങ്ങോട്ട് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വൈൻ്റെ വാല്യൂ കിട്ടും. ദാറ്റ് ഈസ് 1. അങ്ങനെയാണെങ്കിൽ ഇന്റർസെക്റ്റിംഗ് പോയിന്റ് എന്തായിരിക്കും? എക്സിൻ്റെ വാല്യൂ 1 ആണ്, വൈൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ ഇന്റർസെക്റ്റിംഗ് പോയിന്റ് എന്താ? 1 1 ആണ്. ക്ലിയർ ആണല്ലോ? സോ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? കൺസിഡർ ദ പോയിന്റ്സ് എ ബി. രണ്ട് പോയിന്റ്സ് വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മോട് എന്താ പറഞ്ഞത്? ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ പാസിംഗ് ത്രൂ എ ബി. എ ബിയിലൂടെ പാസ് ചെയ്യുന്ന ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ രണ്ട് പോയിന്റ് വന്നിട്ട് അതിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യുക? 2 പോയിന്റ് ഫോം ആണ് യൂസ് ചെയ്യുക. അങ്ങോട്ട് ഓക്കെ, ഇയാളാണ് 2 പോയിന്റ് ഫോം എന്ന് പറയുന്നത്. y - y1 ഡിവൈഡഡ് ബൈ x - x1 is equal to y2 - y1 ഡിവൈഡഡ് ബൈ x2 - x1. വാല്യൂസ് നേരെ ഇട്ട് കൊടുത്തു. y മൈനസ് എന്താണ്? y - -3 ഡിവൈഡഡ് ബൈ x - -2 ഈക്വൽ ടു 6 - -3 ഡിവൈഡഡ് ബൈ 1 - -2 എന്ന് വരും. രണ്ട് മൈനസ് ഒരുമിച്ച് വരുന്നതുകൊണ്ട് അതെല്ലാം എന്തായിട്ട് മാറും? പ്ലസ് ആയിട്ടാണ് മാറും. ഓക്കെ, എല്ലാം പ്ലസ് ആയിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെ ഇവരുടെ രണ്ടുപേരുടെയും വാല്യൂ നമ്മൾ എടുത്തു 9/3 ആണ്. 9ഉം 3ഉം വെട്ടി കളഞ്ഞൂടെ? 9ഉം 3ഉം വെട്ടിയിട്ട് നമുക്ക് ആൻസർ എന്ത് കിട്ടി? 3 എന്ന് കിട്ടിയിട്ടുണ്ട്. ബാക്കി തൊട്ടപ്പുറത്തെ സ്ലൈഡിലുണ്ട്, ഇങ്ങോട്ട് നോക്കിയേ. അവർ രണ്ടുപേരും നേരെ ക്രോസ് ചെയ്തു. ആര്? ഇയാളെ നേരെ അപ്പുറത്തേക്കാണ് പറഞ്ഞയച്ചു. അയാളെ നേരെ അപ്പുറത്തേക്ക് പറഞ്ഞയച്ചാൽ എന്തായിട്ട് മാറും? y + 3 = 3 × x + 2 എന്നായിട്ട് മാറൂലേടാ. അപ്പോൾ അങ്ങനെ ആക്കിയിട്ട് നമ്മൾ ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനിയോ ഈ ബ്രാക്കറ്റ് പൊട്ടിക്കണം. 3ഉം x മൾട്ടിപ്ലൈ ചെയ്തു, 3ഉം 2 മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ 3x + 6 എന്ന് നമുക്ക് ആൻസർ വന്നിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്? എല്ലാവരും ഒരു സൈഡ് കാക്കണം. ഇയാൾ എങ്ങോട്ട് കൊണ്ടുവരണോ, ഇയാൾ അങ്ങോട്ട് കൊണ്ടുപോകണോ? എക്സിൻ്റെ സൈന് മൈനസ് ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഇയാളെ പിടിച്ചിട്ട് അപ്പുറത്തേക്ക് പറഞ്ഞയച്ചു. അപ്പോൾ എന്ത് വരും? 3x - y + 6 - 3 = 0 എന്ന് വരും. നമ്മൾ ചെറുതാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 3x - y + 3 = 0 എന്ന് കിട്ടും. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ആയി. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ പറഞ്ഞത്? ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ പാസിംഗ് ത്രൂ 2 1. അപ്പോൾ എ ബി എന്ന് പറയുന്ന ഒരു ലൈൻ ഉണ്ട്. എ ബി എന്ന് പറയുന്ന ഒരു ലൈൻ ഉണ്ട്. ആ ലൈനിൻ്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ പാസിംഗ് ത്രൂ 2 1 ആൻഡ് പെർപെൻഡിക്കുലർ ടു എ ബി. അതായത് എ ബിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനാണ്. അതിലുള്ളൊരു പോയിന്റ് ആണ് ആര് എന്ന് പറയുന്നത്? 2 1 എന്ന് പറയുന്നത്. അതല്ലേ പറഞ്ഞത്? ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ പാസിംഗ് ത്രൂ 2 1. 2 1 എന്ന് പറഞ്ഞ പോയിന്റ് കൂടി പാസ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? എ ബിക്ക് എന്താണ്? പെർപെൻഡിക്കുലർ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പോൾ എ ബിക്ക് പെർപെൻഡിക്കുലർ ആണ്, 2 1 കൂടെ പാസ് ചെയ്യുന്നുണ്ട്. അയാളുടെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? ഇയാളുടെ ഇക്വേഷൻ നമുക്കറിയാലോ. ഈ ഇക്വേഷൻ വെച്ചിട്ട് ഇയാളുടെ സ്ലോപ്പ് കണ്ടുപിടിക്കാലോ, m1 കണ്ടുപിടിക്കാലോ. അങ്ങനെയാണെങ്കിൽ ഇയാളുടെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ? മാർഗ്ഗമുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടുപേര് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവരുടെ സ്ലോപ്പിന്റെ പ്രൊഡക്റ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് -1 ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടില്ലേ? നേരെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇക്വേഷൻ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അയാളുടെ സ്ലോപ്പ് നമുക്ക് കണ്ടുപിടിക്കാം. സ്ലോപ്പ് ഓഫ് എ ബി ഈസ് ഈക്വൽ ടു -a/b. ഞാൻ വീണ്ടും പറയുന്നു, ഈ ഇക്വേഷൻ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ആവശ്യം വരും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ പെർപെൻഡിക്കുലറിന്റെ കാര്യം ഇടയ്ക്കിടയ്ക്ക് ആവശ്യം ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ആവശ്യം വന്നുകൊണ്ടേയിരിക്കുന്നില്ലേ? ഓക്കെ, നമുക്ക് ഇക്വേഷൻ ഇവിടെ ഉണ്ട്. 3x - y ആണ്. അപ്പോൾ -a/b എന്നുള്ള ഇക്വേഷനിൽ നമ്മൾ നേരെ ഇട്ട് കൊടുത്തു. -3/-1 എന്നിട്ട് കൊടുത്തു. -1ഉം മൈനസും കട്ട് ചെയ്തു. നമുക്ക് ആൻസർ എന്ത് കിട്ടി? 3 എന്ന ആൻസർ കിട്ടിയിട്ടുണ്ട്. രണ്ട് ലൈൻസും പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇക്വേഷൻ അറിയാം. m1 × m2 എന്ന് പറയുന്നത് എന്താണ്? -1 ആണ്. സോ നമ്മൾ നേരെ ഇക്വേഷനിൽ ഇട്ട് കൊടുത്തു. അങ്ങനെ m2ന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? -1/3 എന്ന ആൻസർ കിട്ടി. അതായത് ഇയാളുടെ സ്ലോപ്പ് 3 ആണെങ്കിൽ ഇയാളുടെ സ്ലോപ്പ് എന്താടാ? -1/3 ആണ്. അപ്പോൾ ഇയാളുടെ ഒരു സ്ലോപ്പും കിട്ടിയിട്ടുണ്ട്, ഒരു പോയിന്റും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏത് ഇക്വേഷനാണ് യൂസ് ചെയ്യുക? സ്ലോപ്പ് പോയിന്റ് ഫോം യൂസ് ചെയ്യുക. ഇക്വേഷൻ ഓഫ് ദ ലൈൻ യൂസിങ് പോയിന്റ് സ്ലോപ്പ് ഫോം. എന്തായിരുന്നു ഇക്വേഷന്? y - y1 is equal to m × x - x1 എന്നാണ് ഇക്വേഷൻ. അപ്പോൾ നേരെ നമ്മൾ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്തു വാല്യൂസ് ഇട്ട് കൊടുത്തു. y - y1 is equal to -1/3 × x - 2 എന്ന് കൊടുത്തു. ഈ 3നെ നേരെ നമ്മൾ ഇങ്ങോട്ട് പറഞ്ഞയച്ചു. അപ്പോൾ ഇവിടെ എന്ത് വരും? 3y - 3 എന്ന് വരും. ഈ മൈനസ് കൊണ്ട് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് വരും? -1 × x - x ആയിട്ട് മാറും. -1 × -2 എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? +2 ആയിട്ട് മാറും. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? ഈ എക്സിനെ എല്ലാവരെയും കൂടെ ഒരു സൈഡ് കൊണ്ടുവരണം എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് എക്സിന്റെ സൈൻ എന്താക്കിയിട്ട് മാറ്റണം എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആക്കിയിട്ട് മാറ്റണം. സോ -x ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്താകും? പ്ലസ് ആയിട്ട് മാറും. സോ x + 3y - 3 - 2 = 0 എന്ന് വരും. ഈ 2 ഇങ്ങോട്ട് വരുന്ന സമയത്ത് മൈനസ് ആയിട്ട് മാറും. അങ്ങനെ നമുക്ക് ആൻസർ എന്ത് കിട്ടി? x + 3y - 5 = 0 എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ? സോ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ആൻസറും നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി എന്താണ് ചോദിച്ചിട്ടുള്ളത് നമ്മളോട്? അടുത്തായിട്ട് എന്താ ചോദിച്ചിട്ടുള്ളത്? ഇങ്ങോട്ട് നോക്കിയേ.
അടുത്തതായിട്ട് ചോദിച്ചിട്ടുള്ളത് ഫൈൻഡ് ദ ഫൂട്ട് ഓഫ് അബോവ് പെർപെൻഡിക്കുലർ. ഫൂട്ട് ഓഫ് ദി പെർപെൻഡിക്കുലർ, പെർപെൻഡിക്കുലറിൻ്റെ ഫൂട്ട് ചോദിച്ചിട്ടുണ്ട്. മക്കളെ ഈ ചോദ്യം എപ്പോഴേലൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചു വരാറുണ്ട്. ഫൂട്ട് ഓഫ് ദി പെർപെൻഡിക്കുലർ എന്ന് പറയുന്ന സാധനം, ഫൂട്ട് ഓഫ് ദി പെർപെൻഡിക്കുലർ എന്ന് പറയുന്നതിന് കണ്ടുപിടിക്കാൻ ഈ രൂപത്തിലാണ് ചോദിച്ചു വരിക. ഇത്രയും സാധനങ്ങൾ കണ്ടതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഫൂട്ട് ഓഫ് ദി പെർപെൻഡിക്കുലർ കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾ നോക്കിയേ, നമുക്കൊരു ലൈൻ ഉണ്ടായിരുന്നു, ആ ലൈനാണ് ഈ കാണുന്നത്. ആ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് മറ്റൊരു ലൈൻ ഉണ്ടെന്ന് പറഞ്ഞു. അതിലുള്ള ഒരു പോയിന്റ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു, എന്താണ് -1 2 എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെയുള്ള പോയിന്റ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 ലൈൻസ് നമുക്ക് ഇവിടെ ഉണ്ട്. ഈ 2 ലൈനും ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് ഇവിടെ മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റ് ഉണ്ടല്ലോ, ഈ പോയിന്റ്, അതാണ് ഈ ഫൂട്ട് ഓഫ് ദി പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് ഒരു ലൈന്, ആ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് മറ്റൊരു ലൈൻ ഉണ്ട്. ആ 2 ലൈനും കൂടെ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞ പരിപാടി നടക്കുന്ന ആ പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റിനെയാണ് ഫൂട്ട് ഓഫ് ദി പെർപെൻഡിക്കുലർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പോയിന്റിന്റെ പ്രത്യേകത എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞു ഈ പോയിന്റിന്റെ പ്രത്യേകത എന്താടാ? ഈ പോയിന്റിന്റെ പ്രത്യേകത എന്താ? ഈ ലൈനിലുള്ളതുമാണ്, ഈ ലൈനിലുള്ളതുമാണ്. ദാറ്റ് മീൻസ് ഈ ഇക്വേഷനും സാറ്റിസ്ഫൈ ചെയ്യും, ഈ ഇക്വേഷനും സാറ്റിസ്ഫൈ ചെയ്യും. ഈ 2 ഇക്വേഷൻസിന്റെയും ഇന്റർസെക്റ്റിംഗ് പോയിന്റ് അല്ലേ അവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 2 പോയിന്റിന്റെ ഇന്റർസെക്റ്റിംഗ് പോയിന്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം എന്നാണ് നമ്മൾ പറഞ്ഞത്? 2 ഇക്വേഷനും കൂടെ എന്ത് ചെയ്ത് നോക്കുക, സോൾവ് ചെയ്ത് നോക്കുക. അങ്ങനെ 2 ഇക്വേഷനും കൂടെ നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഫൈൻഡ് ദ ഇന്റർസെക്റ്റിംഗ് പോയിന്റ്. ഇന്റർസെക്റ്റിംഗ് പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 2 ഇക്വേഷൻ കൊടുത്തു. നേരത്തെ നമ്മൾ സോൾവ് ചെയ്ത സമയത്ത് പരിപാടി എളുപ്പമായിരുന്നു, കോമൺ ആയിട്ട് ആളുണ്ടായിരുന്നു. ഇല്ലാത്തതുകൊണ്ട് നമ്മൾ രണ്ടാമത്തെ ഇക്വേഷൻ 3 കൊണ്ടൊന്നാണ് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ എന്തായിട്ട് മാറി? 3x + 9y - 15 = 0 എന്നായിട്ട് മാറി. ഓക്കെ ആണല്ലോ. നമ്മൾ 2 ഇക്വേഷനും കൂടെ സോൾവ് ചെയ്യാൻ പോവുകയാണ്. സോൾവ് ചെയ്യുന്ന സമയത്ത് മൈനസ് ചെയ്യാണ് ചെയ്യുന്നത്. മൂന്നാമത്തെ ഇക്വേഷൻ ഒന്നാമത്തെ ഇക്വേഷൻ മൈനസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടി? 10y - -y -5 -15 -3 = 0 എന്ന് കിട്ടി. ഈ 2 മൈനസും കൂടെ പ്ലസ് ആയിട്ട് മാറും. അങ്ങനെ അത് എന്തായിട്ട് മാറി? 10y എന്നായിട്ട് മാറി. -15ഉം -3ഉം കൂടെ നമുക്ക് എന്തായിട്ട് മാറും? -18 എന്നായിട്ട് മാറും. ആ -18 അപ്പുറത്തേക്ക് പറഞ്ഞേക്കുന്ന സമയത്ത് 10y = 18 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ y = നമുക്ക് എന്ത് കിട്ടും? 18/10 ആണ്. വെട്ടി ചെറുതാക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? 9/5 എന്ന് കിട്ടും. അപ്പോൾ y-ന്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട് 9/5 ആണെന്നുള്ളത്. ആ 9/5 നമ്മൾ എന്തിലേക്ക് ഇട്ട് കൊടുത്തു? ഒന്നാമത്തെ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്തു. ഒന്നാമത്തെ ഇക്വേഷനിലേക്ക് പുട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് വരും? 3x - y അല്ലേ, y-ന്റെ സ്ഥാനത്ത് നമ്മൾ 9/5 ഇട്ട് കൊടുത്തു. +3 = 0. ഇതെങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യല്? ഇങ്ങനെ ക്രോസ് ചെയ്യലല്ലേ, നേരെ ക്രോസ് ചെയ്ത് കൊടുത്തു. നമ്മൾ നേരെ ക്രോസ് ചെയ്ത് കൊടുത്തു. 3 × 5 എത്രയാണ്? 15. അത് -9ലേക്ക് ആഡ് ചെയ്തിട്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 6/5 എന്ന് കിട്ടും. ഈ 6/5നെ നമ്മൾ നേരെ അപ്പുറത്തേക്ക് പറഞ്ഞേക്കുന്ന സമയത്ത് ഇവിടെ പ്ലസ് ഉള്ള അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ആയിട്ട് മാറും. ഇനി ഈ 3നെ അങ്ങോട്ട് പറഞ്ഞേക്കണം. 3നെ അങ്ങോട്ട് പറഞ്ഞേക്കുന്ന സമയത്ത് നമുക്ക് ആരുടെ വാല്യൂ കിട്ടും? എക്സിൻ്റെ വാല്യൂ കിട്ടും. അങ്ങോട്ട് പറഞ്ഞാൽ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഡിവിഷൻ ആവും. ഡിവിഷൻ ആയിട്ടുണ്ടെങ്കിൽ ഈ 6ഉം 3ഉം കൂടെ നമുക്ക് സുഖസുന്ദരമായിട്ട് വെട്ടിക്കളഞ്ഞൂടെ? വെട്ടിയിട്ട് നമുക്ക് എന്ത് കിട്ടും? 2 എന്ന ആൻസർ കിട്ടും. അങ്ങനെ നമുക്ക് എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടി? -2/5 എന്ന് കിട്ടി. സോ y നമ്മൾ ഓൾറെഡി കണ്ടെത്തി കഴിഞ്ഞു, എന്താണ്? 9/5 ആണ്. എക്സിൻ്റെ വാല്യൂ കിട്ടി -2/5 ആണ്. അങ്ങനെയാണെങ്കിൽ ഫൂട്ട് ഓഫ് ദി പെർപെൻഡിക്കുലർ എന്തായിരിക്കും? ഇവിടെ നോക്കിയേ, ഫൂട്ട് ഓഫ് ദി പെർപെൻഡിക്കുലർ = x എഴുതി കൊടുത്തു. -2/5, 9/5. ക്ലിയർ ആണല്ലോ? കുറച്ച് ഈ രൂപത്തിലായിരിക്കും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരിക. അതായത് ABC എന്ന് പറഞ്ഞിട്ട് മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് വരും. ഒരു 3 മാർക്കിനോ അല്ലെങ്കിൽ 4നോ 5 മാർക്കിനൊക്കെ ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്? ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ AB. AB എന്ന് പറയുന്ന ലൈനിൻ്റെ ഇക്വേഷനാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇങ്ങോട്ട് നോക്കിയേ, ഈ AB എന്ന് പറഞ്ഞ ലൈനിൻ്റെ പ്രത്യേകത എന്താ? എക്സ് ആക്സിസിനെ ഇന്റർസെപ്റ്റ് ചെയ്യുന്നുണ്ട്, y ആക്സിസിനെ ഇന്റർസെപ്റ്റ് ചെയ്യുന്നുണ്ട്. എക്സ് ആക്സിസിനെ ഇന്റർസെപ്റ്റ് ചെയ്യുന്ന പോയിന്റ് ഏതാണ്? -4 ആണ്. y ആക്സിസിനെ ഇന്റർസെപ്റ്റ് ചെയ്യുന്ന പോയിന്റ് ഏതാണ്? 3 ആണ്. അപ്പോൾ ഈ പോയിന്റ് 3 ആണ്, ഇവിടെ എന്ന് പറയുന്നത് -4 ആണ്. അപ്പോൾ ഇന്റർസെപ്റ്റ് ഫോം എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ എടുത്തു. ഇക്വേഷൻ എന്താ? x/a + y/b = 1. നമ്മൾ നേരെ വാല്യൂസ് കൊടുത്തു. x/, ആരാണ് ഇന്റർസെപ്റ്റ് ചെയ്യുന്നത്? -4 ആണ്. സോ -4 താഴെ കൊടുത്തു. y-നെ ആരെ ഇന്റർസെപ്റ്റ് ചെയ്യുന്നത്? 3 ആണ്. 3നെ താഴെ കൊടുത്തു. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ നേരെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 3x -4y -4 y, അപ്പോൾ നമുക്ക് -4y എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ ഇവർ രണ്ടുപേരും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. അറിയാലോ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ പരിപാടി. സോ ഇവർ രണ്ടുപേരും കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? -12 എന്ന് കിട്ടി. ഈ -12നെ നേരെ നമ്മൾ അങ്ങോട്ട് പറഞ്ഞയച്ചു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3x - 4y = -12 എന്ന് കിട്ടി. നമുക്കറിയാം ഈക്വൽ ടു നമ്മൾ എന്താ എഴുതി കൊടുക്കാറുള്ളൂ? 0 എന്നാണ് എഴുതി കൊടുക്കാറുള്ളത്. സോ -12നെ അങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ പ്ലസ് ആയിട്ട് മാറി. അപ്പോൾ ആൻസർ നമുക്ക് എന്ത് കിട്ടി? 0 എന്ന് കിട്ടി. ഇനി ഇതിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടോടാ? ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്താ പറഞ്ഞിട്ടുള്ളത്? ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ ഒറിജിൻ ഫ്രം ദ ലൈൻ AB. അപ്പോൾ AB എന്ന് പറഞ്ഞ ലൈനിൽ നിന്ന് ഈ ഒറിജിനിലേക്കുള്ള ഈ ഡിസ്റ്റൻസ്, ഇതെന്ത് ഡിസ്റ്റൻസാ? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ആ ഡിസ്റ്റൻസ് കാണാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ഒന്ന് പറഞ്ഞേടാ. പറഞ്ഞേ എന്തായിരുന്നു? mod AX1 + BY1 + C ഡിവൈഡഡ് ബൈ √(a² + b²). ഇത് ഞാൻ ചെയ്ത് സമയം കളയാൻ നിൽക്കുന്നില്ല. ഒറിജിൻ എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് നോക്കിയേ,
ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് അല്ലേ കാണാൻ പറഞ്ഞത്. ഇയാളുടെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് 0 0 ആയിരിക്കും. ഇയാളുടെ ഇക്വേഷൻ നമുക്കറിയാം. എന്താണ് ഇക്വേഷൻ നമുക്ക് കിട്ടിയത്? 3x - 4y. നോക്കിയടാ, 3x - 4y + 12 = 0 എന്നാണ് ഇയാളുടെ ഇക്വേഷൻ കിട്ടിയത്. അപ്പോൾ എൻ്റെ വാല്യൂ ആ വാല്യൂസ് നേരെ ഇതിലിട്ട് കൊടുത്തു. അങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? 12/5 എന്ന ആൻസർ കിട്ടിയിട്ടുണ്ട്. യൂണിറ്റ് ആയിട്ട് എന്താ എഴുതി കൊടുക്കാൻ പാടുള്ളൂ? യൂണിറ്റ് എന്ന് എഴുതി കൊടുക്കാൻ പാടുള്ളൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? വാട്ട് ഈസ് ദ സ്ലോപ്പ് ഓഫ് ഈച്ച് ലീഫ് ഓഫ് മോഡക്സ്? മോഡക്സിൻ്റെ ഓരോ ലീഫിൻ്റെയും സ്ലോപ്പ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. മക്കളെ, മോഡക്സിൻ്റെ ഗ്രാഫ് ഉണ്ടല്ലോ, നമ്മൾ എവിടെ പഠിക്കുന്നുണ്ട്? റിലേഷൻ ആൻഡ് ഫംഗ്ഷൻസിൽ മോഡക്സിൻ്റെ ഗ്രാഫ് പഠിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഗ്രാഫ് ഉണ്ടാവുക? ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങോട്ടും പോകും, ഇങ്ങോട്ടും പോകും. ആ ഗ്രാഫ് ഇവിടെ ഓൾറെഡി വരച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്കിയാടാ, ഗ്രാഫ് ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. ഈ രണ്ട് ലീഫിൻ്റെയും എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്? സ്ലോപ്പ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം L2ൻ്റെ സ്ലോപ്പാണ് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. സ്ലോപ്പ് ഓഫ് L2. സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ടാൻ തീറ്റ ആണ്. ഈ സ്ലോപ്പ്, ഈ ലൈൻ എങ്ങനെയാണ് പോകുന്നത്? ഇവിടെ ആംഗിൾ 45 ഡിഗ്രി ഉണ്ടാക്കിയിട്ടാണ് പോകുന്നത്. ഏത് ഡിഗ്രി ഉണ്ടാക്കിയിട്ടാണ് പോകുന്നത്? 45 ഡിഗ്രി ഉണ്ടാക്കിയിട്ടാണ് ആംഗിൾ പോകുന്നത്. സോ നമ്മൾ നേരെ ടാൻ തീറ്റ ഈക്വൽ ടു എന്ത് കൊടുത്തു? 45 ഡിഗ്രി എന്ന് കൊടുത്തു. ടാൻ തീറ്റയ്ക്ക് പകരം നമ്മൾ അവിടെ എന്ത് കൊടുത്തു? 45 കൊടുത്തു. ടാൻ 45 എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. അത് കഴിഞ്ഞു. ഇനി അടുത്തത് ആരാടാ ഉള്ളത്? L1ൻ്റെ സ്ലോപ്പ് കാണണം. ഈ L1 എന്ന് പറയുന്നതിൻ്റെ സ്ലോപ്പ് ഇവിടെ ഈ ആംഗിൾ എന്ന് പറയുന്നത് 45 ആണ്. പക്ഷേ ഈ ആംഗിൾ ആണോ നമ്മൾ എടുക്കുക? അല്ല. ഈ ആംഗിൾ എന്ന് പറയുന്നത് എന്താ? പോസിറ്റീവ് y ആക്സിസുമായിട്ട് ഇങ്ങോട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ്. പോസിറ്റീവ് y ആക്സിസുമായിട്ടുള്ള ആംഗിൾ ആണോ നമ്മൾ തീറ്റ ആയിട്ട് എടുക്കേണ്ടത്? അല്ല. ഏത് ആംഗിളാണ് എടുക്കേണ്ടത്? x ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് എടുക്കേണ്ടത്. അപ്പോൾ ഈ ആംഗിൾ മൊത്തത്തിൽ എടുക്കണം. അപ്പോൾ ഇവിടെ ഒരു 45, ഇവിടെ ഒരു 45, ഇവിടെ ഒരു 45. അപ്പോൾ ടോട്ടൽ എത്ര ഉണ്ടാവും? 135 ആംഗിൾ ഉണ്ടാവും. സോ ആൻസർ വിൽ ബി ടാൻ 135. 135ൻ്റെ ടാൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗം നമ്മുടെ കയ്യിൽ ഡയറക്റ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാം. എന്താണ്? ടാൻ 180 - തീറ്റ എന്ന് പറയുന്നത് എന്താണ്? മൈനസ് ടാൻ തീറ്റയാണ്. അപ്പോൾ നമ്മൾ 135ന് എങ്ങനെ എഴുതി കൊടുത്തു? 180 - 45 എന്ന് എഴുതി കൊടുത്തു. 180 - 45 എന്ന് പറഞ്ഞാൽ 135 അല്ലേടാ മക്കളെ. സോ നമ്മൾ അതിനെ മാറ്റിയിട്ട് എങ്ങനെ എഴുതി കൊടുത്തു? മൈനസ് ടാൻ 45 എന്ന് എഴുതി കൊടുത്തു. ദാറ്റ് ഈസ് ടാൻ 45ൻ്റെ വാല്യൂ എത്രയാണ്? 1. സോ -1 എന്ന് നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. സോ ഇതോട് കൂടിയിട്ട് നമ്മളുടെ ഈ ഒരു ചാപ്റ്റർ കഴിയാണ്. ഈ ചാപ്റ്ററിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വാസ്റ്റായിട്ട് നമുക്ക് പല രീതിയിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ചാപ്റ്ററിലുള്ള ഒട്ടുമിക്ക ക്വസ്റ്റ്യൻസും NCERT ഡിസ്കസ് ചെയ്യുന്ന എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും കവർ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഒറ്റയ്ക്ക് ഒരു തവണയെങ്കിലും ചെയ്തിട്ടല്ലാതെ നിങ്ങൾ പരീക്ഷയ്ക്ക് പോകാൻ പാടില്ല. ഇനി സമയം അനുവദിക്കുകയാണെങ്കിൽ NCERTയിൽ പിന്നെയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു നോക്കാവുന്നതാണ്. സോ നിങ്ങൾക്ക് നല്ല രീതിയിൽ പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. നിർത്തുന്നു. താങ്ക് യു.